ഉയർച്ചയായ ദൈവം നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. ഇന്ന് പകലിൽ എത്ര പേർക്കെന്ന് പറയാനുണ്ട്? അവന്റെ രക്ഷ, അവന്റെ രക്ഷ നമ്മൾക്ക് ദാനമായി നൽകിയത് കൊണ്ട് അവൻ എല്ലാത്തിനും മേലെ നമ്മളെ ഇരുത്തിയ ദൈവം, എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിന് മേലെ ഉയരത്തിൽ നമ്മൾ ഇരുത്തിയ ദൈവം. എത്ര പേർക്ക് ഇന്ന് പകലിൽ പറയാനുണ്ട്? എൻ്റെ രക്ഷയായ ദൈവം, എൻ്റെ രക്ഷയായ ദൈവം, എൻ്റെ പരിചയം പലകയുമാകുന്ന ദൈവം, എന്നെ ഒരു നാളും പരാജയപ്പെടുത്താത്ത ദൈവം, എന്നെ ഒരു നാളും തോൽക്കുവാൻ ലജ്ജിപ്പിക്കുവാൻ സമ്മതിക്കാത്ത ദൈവം ഇന്ന് പകലിൽ എൻ്റെ കൂടെയുണ്ട്. ഇന്ന് പകലിൽ നിന്ന് വായതകൾ തുറന്നുകൊണ്ടെന്ന് പറഞ്ഞ് എൻ്റെ ദൈവം എന്നെ കൈവിടുകയില്ല, എന്നെ ഉപേക്ഷിക്കുകയില്ല. ആരൊക്കെ തള്ളിക്കളഞ്ഞാലും നമ്മളെ മുറുകെ പിടിക്കുന്ന ദൈവം, ഹല്ലേലൂയ, അവൻ്റെ ഉള്ളംകൈയിൽ വരച്ചുകൊണ്ട് കൺമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്ന. എത്ര പേർക്ക് ഇന്ന് പകലിൽ പറയാനുണ്ട്? എൻ്റെ ദൈവം മാറിയിട്ടില്ല, ഇന്നും എന്നും എന്നും ഹല്ലേലൂയ ഒരേപോലെ നിൽക്കുന്ന ദൈവം, കൂടെ നിൽക്കുന്ന ദൈവം, പരാജയപ്പെടുത്തുവാൻ സമ്മതിക്കാത്ത ദൈവം, തോൽക്കുവാൻ സമ്മതിക്കാത്ത ദൈവം. ഹല്ലേലൂയ, ഇന്ന് പകലിൽ നിന്ന് സ്തുതിച്ച് കർത്താവിനെ വാഴ്ത്തിയാട്ടെ. നന്മകൾ അവൻ ചെയ്ത നന്മകൾ, ഉപകാരങ്ങളെ കണ്ടുകൊണ്ട് ഹല്ലേലൂയ, നമ്മുടെ കരം പിടിച്ച് നടത്തിയ നല്ല ഇടയനെ കണ്ടുകൊണ്ട് we worship your name Jesus. ആ കർത്താവിന് നന്ദി പറയുവാൻ ആരംഭിച്ചാട്ടെ. ഇന്ന് പകലിൽ ഹല്ലേലൂയ, നമ്മൾക്ക് വേണ്ടി ജീവനെ നൽകി തന്ന ദൈവം ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ, അത് കാണുന്നവരുണ്ടെങ്കിൽ, ഇന്ന് പകലിൽ അതിനെ രുചിച്ചറിയുന്നവരുണ്ടെങ്കിൽ, അതിനെ തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ ഇന്ന് വായകളെ തുറന്നുകൊണ്ട് അന്യഭാഷയിൽ ആത്മാവിൽ നിന്ന് സ്തുതിക്കുവാൻ ആരംഭിച്ചാട്ടെ. ഇന്ന് പകലിൽ ഹല്ലേലൂയ, നമ്മളിവിടെ കൂടി വരുത്തിയ ദൈവം ഇന്ന് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. അവ ഇന്ന് ഈ തോട്ടത്തിൽ നടക്കുന്നുണ്ട്, ഇന്ന് ഉലാവുന്നുണ്ട്. ഹല്ലേലൂയ, അവന്റെ കാലൊച്ചകൾ കേൾക്കുന്നവർ അവന്റെ ഒപ്പം ചേർന്ന് ഒന്ന് സ്തുതിച്ചാട്ടെ. മാധുര്യമേറിയ നാമത്തെ ഒന്ന് വാഴ്ത്തിയേ. ഹല്ലേലൂയ, എല്ലാത്തിലും മേലെ ഉയർന്നു നിൽക്കുന്ന നാമത്തെ ഒന്ന് ഉയർത്തിയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരു ബാധയും നമ്മുടെ കൂടാരത്തിന് അടുക്കാതെ വണ്ണം നമ്മുടെ കൺമണി പോലെ കാത്തു സൂക്ഷിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. we worship your name Jesus. ഇന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ, ഇന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കയറി വരുന്നു കർത്താവേ. എല്ലാ പെറുപെറുപ്പുകളും മാറ്റിക്കൊണ്ട് കർത്താവേ, അങ്ങയിൽ ഞങ്ങൾ തൃപ്തിപ്പെട്ടുകൊണ്ട്, അങ്ങയിൽ ഞങ്ങൾ സന്തോഷിച്ചുകൊണ്ട് ആ സന്നിധിയിലേക്ക് ഞങ്ങൾ കയറി വരുന്നപ്പാ. ഹല്ലേലൂയ, ആ കർത്താവിന് നന്ദി പറയാൻ ആരംഭിച്ചാട്ടെ. ഇന്ന് നടക്കുന്ന ശുശ്രൂഷകളൊന്ന് അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, വചനം പറയുമ്പോഴും ആരാധനയുടെ അന്തരീക്ഷം ഹല്ലേലൂയ ഇവിടെ തുറന്ന് സ്വർഗം ഇറങ്ങി നിൽക്കുന്ന ഒരു അന്തരീക്ഷമായി മാറട്ടെ എന്നൊന്ന് പ്രാർത്ഥിച്ച് ആ ടാൻജിബിൾ പ്രസൻസ്, തൊട്ടറിയുന്ന ദൈവ സാന്നിധ്യം ഈ ജനങ്ങളെ എല്ലാവരും, കടന്നു വരുന്ന എല്ലാവരെയും തൊടുന്ന രീതിയിലായി മാറട്ടെ കർത്താവേ. ആ ആരാധനയുടെ സ്തുതിയുടെ മേൽ അങ്ങയുടെ സിംഹാസനം വീഴട്ടെ കർത്താവേ. ക്ഷീണിച്ചു വന്നിരിക്കുന്ന എല്ലാവരെയും ബലപ്പെടുത്തുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് റിലീസാകട്ടെ കർത്താവേ. സകല അന്തരീക്ഷത്തെയും ചലിപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് റിലീസാകട്ടെ കർത്താവേ. ഹല്ലേലൂയ, സകല നിരാശകളെയും സകല സങ്കടങ്ങളെയും വിലാപത്തെയും നൃത്തമാക്കി മാറ്റുന്ന ദൈവ സാന്നിധ്യം ഇന്ന് റിലീസാകട്ടെ കർത്താവേ. ഇത് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം പറയുമ്പോഴെല്ലാം അത് നൂറുമേനി ഫലം പുറപ്പെടുവിക്കുന്നതായി ഇന്ന് ഹല്ലേലൂയ ഒരു വിത്തുകളായി ഞങ്ങളുടെ ഉള്ളിൽ വീഴട്ടെ കർത്താവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ആ കർത്താവിന് നന്ദി പറയാൻ ആരംഭിച്ച് ആരും മൗനമായിരിക്കാതെ ആ കർത്താവിനെ, നമ്മളെ വീണ്ടെടുത്ത കർത്താവിനെ, നമ്മളെ രക്ഷിച്ച കർത്താവിനെ, നമ്മളെ പരിപാലിക്കുന്ന കർത്താവിനെ, നമ്മൾ ഓരോ ദിനവും കരം പിടിച്ച് നടത്തുന്ന കർത്താവിനെ വാഴ്ത്തുവാൻ, സ്തുതിക്കുവാൻ, മഹിമപ്പെടുത്തുവാൻ തുടങ്ങിയാട്ടെ. Come on, hallelujah. Lift up his name higher in this place. സ്വർഗത്തോടൊപ്പം ചേർന്ന്, ദൂതന്മാരോടൊപ്പം ചേർന്ന്, മൂപ്പന്മാരോടൊപ്പം ചേർന്ന് ഹല്ലേലൂയ ഇന്ന് കർത്താവിനെ, രാജാതി രാജാവിനെ മഹിമപ്പെടുത്തിയാട്ടെ. We worship your name Jesus. രാജാതി രാജാവേ, ഇന്ന് ഞങ്ങൾ ആ കർത്താവിലേക്ക് ഇന്ന് നോക്കുന്നു പകലിൽ.
തേജസ്സിൽ മൂടിയവനെ നിന്ന് കാണുന്നു. ആ തേനിനേക്കാൾ മധുരമേറിയവനെ നിന്ന് കാണുന്നു. ഇന്ന് ആ സൗന്ദര്യമുള്ള കർത്താവിനെന്ന് കണ്ടേ. ഇന്ന് ആ കർത്താവിനെ കണ്ടുകൊണ്ടെന്ന് ആരാധിക്കുവാൻ ആരംഭിച്ച്. ഇന്നലെ ആരാധിച്ചതുപോലെയല്ല, ഇന്ന് പുതിയതായി എനിക്കൊന്ന് ആരാധിക്കണം. പുതിയൊരു സ്റ്റൈലിൽ, പുതിയൊരു ഡയമെൻഷനിൽ കർത്താവിനെ കണ്ടുകൊണ്ട് ആരാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ നിങ്ങൾ പഴയതിനെ വിട്ടുകൊണ്ട് പുതിയതിലേക്കൊന്ന് കാൽച്ചുവടുകളൊന്ന് വെച്ച് സൂര്യനിലും തേജസ്സായോനേ, മലകളിലും ഉയരമായോനേ. സൂര്യനിലും തേജസ്സായോനേ, മലകളിലും ഉയരമായോനേ, തേനിലും മധുരമായോനേ, സമുദ്രത്തിലും ആഴമായോനേ. അവനൊന്ന് വർണ്ണിച്ച്. സൂര്യനിലും തേജസ്സായോനേ, മലകളിലും ഉയരമായവനേ, മലകളിലും ഉയരമായോനേ, തേനിലും മധുരമായവൻ, തേനിലും മധുരമായോനേ, സമുദ്രത്തിലും ആഴമായോനേ. നിൻ മനോഹരത്വം കാൺമാൻ, നിന്നാലയത്തിൽ വസിപ്പാൻ, നിൻ മുഖശോഭ കാൺമാൻ യേശുവേ. നിൻ മനോഹരത്വം കാൺമാൻ, നിന്നാലയത്തിൽ വസിപ്പാൻ, നിൻ മുഖശോഭ കാൺമാൻ യേശുവേ. നിൻ മനോഹരത്വം കാൺമാൻ, നിന്നാലയത്തിൽ വസിപ്പാൻ, നിൻ മുഖശോഭ കാൺമാൻ യേശുവേ. അവന്റെ നാമത്തെ, യേശുവിന്റെ നാമത്തെ ഉയർത്തിയാട്ടെ. ഓ യേശുവേ, യേശുവേ, ഓ യേശുവേ. കണ്ണുകൾക്ക് അഴകായവനെ, കണ്ണുകൾക്ക് അഴകായോരേ, കാതുകൾക്കു ഇമ്പമായോരേ,
അവനെ കണ്ടേ. ഓ എനിക്കായി മരിച്ചവനെ, മരണത്തെ ജയിച്ചവനെ, ഇന്നും ജീവിക്കുന്നവർ. ഒരിക്കൽ കൂടി ഒന്ന് കണ്ടേ, ജയിച്ചവനെ. ഓ എനിക്കായി മരിച്ചവനെ, മരണത്തെ ജയിച്ചവനെ, ഇന്നും ജീവിക്കുന്നവരെ. ഒരിക്കൽ കൂടി ഇത് പറയാമോ? ഓ എനിക്കായി മരിച്ചവനെ, മരണത്തെ ജയിച്ചവനെ, ഇന്നും ജീവിക്കുന്നവർ. അവൻ ഇന്നും അത്ഭുതങ്ങൾ നിർത്തിയിട്ടില്ല. ഓ എനിക്കായി മരിച്ചവനെ, മരണത്തെ ജയിച്ചവനെ, ഇന്നും ജീവിക്കുന്നവനെ. അങ്ങേ പോലെ മറ്റാരുമില്ല, യേശുവെ പോലെ മറ്റാരുമില്ല. അങ്ങേ പോലെ, അങ്ങേ പോലെ മറ്റാരുമില്ല, യേശുവെ പോലെ, യേശുവെ പോലെ മറ്റാരുമില്ല. നീയല്ലോ, നീയല്ലോ പരിശുദ്ധൻ. ഓ നീയല്ലോ ആരാധ്യൻ. ഓ നീയല്ലോ പരിശുദ്ധൻ. ഓ നീയല്ലോ ഓ ആരാധ്യൻ. അങ്ങേ പോലെ മറ്റാരുമില്ല, യേശുവെ പോലെ, യേശുവെ പോലെ മറ്റാരുമില്ല. അങ്ങേ പോലെ, അങ്ങേ പോലെ. നിങ്ങളുടെ ഉള്ളത്തിൽ നിന്നൊന്ന് പാടിയേ, അവനെ കണ്ടുകൊണ്ടൊന്ന് പാടിയേ. ഇന്ന് പകലിൽ നിങ്ങളുടെ ഉള്ളം കൊണ്ട് യേശുവെ പോലെ വേറെ ആരുമില്ല. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഇത് അവനിൽ ആശ്രയിച്ചു കൊണ്ടൊന്ന് പാടിയേ. എന്റെ എല്ലാം കർത്താവാണ്, എന്റെ സകലവും കർത്താവാണ്, എന്റെ എല്ലാതും കർത്താവ് മാത്രം. ഓ എല്ലാ ആരാധനയും എല്ലാ സ്തോത്രങ്ങളും എല്ലാ ഹല്ലേലൂയായും എൻ്റെ യേശുവിന്. എല്ലാ ആരാധനയും എല്ലാ സ്തോത്രങ്ങളും എല്ലാ ഹല്ലേലൂയായും എൻ്റെ യേശുവിന്. ഒന്ന് പറഞ്ഞേ, എല്ലാ ആരാധനയും ഓ എല്ലാ സ്തോത്രങ്ങൾക്കും സ്തുതികൾക്കും യോഗ്യൻ. ഹല്ലേലൂയായും എൻ്റെ യേശുവിന്. സ്തുതി എത്ര ചൊന്നാലും മതിയാവില്ലേശുവേ. സ്വർഗ്ഗാദി സ്വർഗ്ഗവും അങ്ങേ പോലാവില്ലേ. സ്തുതി എത്ര ചൊന്നാലും മതിയാവില്ലേശുവേ. സ്വർഗ്ഗാദി സ്വർഗ്ഗവും അങ്ങേ പോലെ ആവില്ല. സ്തുതി എത്ര ചൊന്നാലും മതിയാവില്ലേശുവേ. സ്വർഗ്ഗാദി സ്വർഗ്ഗവും അങ്ങേ പോലാവില്ലേ. സ്തുതി എത്ര ചൊന്നാലും മതിയാവില്ലേശുവേ. സ്വർഗ്ഗാദി സ്വർഗ്ഗവും അങ്ങേ പോലെ. എത്ര സ്തുതിച്ചാലും മതി വരില്ല, എത്ര സ്തുതിച്ചാലും മതി വരില്ല കർത്താവേ. അങ്ങയുടെ നാമം ഓ ഞങ്ങളെ ബലപ്പെടുത്തുന്നത്, അങ്ങയുടെ നാമം ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നത്, ഞങ്ങളുടെ ബലമായ ഗോപുരം അങ്ങ് മാത്രം. ഹോല കറാല ബല ബല ബശമന തെരിയല രതെ. എത്ര സ്തുതിച്ചാലും മതി വരില്ല. ഓ ഓ ലാ ലാ മാ 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 ലാ ദേ.
മഹത്വമാ നിറഞ്ഞിടും യേശുവേ. മഹിമയിൽ വാണിടും വാണിടും യേശുവേ യേശുവേ. Oh, we worship your name. മഹത്വമായി മഹത്വമായി ഓ നിറഞ്ഞിടും യേശുവേ യേശുവേ. ഭാഷയിൽ കർത്താവിനോടൊന്ന് സംസാരിച്ച് ഡാഡി ലവ് യു ഡാഡി. ഓ ഞങ്ങളുടെ ആശ്രയം കർത്താവേ അങ്ങ് മാത്രമാണ്. ഞങ്ങളുടെ ആശ്രയം അങ്ങ് മാത്രമാണ്. ഓ ലോകത്തിൽ ആശ്രയിക്കാൻ ഞങ്ങൾക്കൊന്നുമില്ല കർത്താവേ, മറിച്ച് ഞങ്ങൾക്ക് ആശ്രയിക്കുവാൻ ഒരുവൻ മാത്രമുണ്ട്. ഞങ്ങളുടെ പേരിനെ ചൊല്ലി വിളിച്ചവൻ, ഓ ഞങ്ങളുടെ മുഴുവനും അറിയുന്നവൻ, ഓ ഇവൻ നമ്മുടെ ബ്ലഡ് സെൽസ് വരെ അറിയുന്ന ദൈവം. ഈച്ച് ആൻഡ് എവറി സെൽസ്. Oh, he knows each and every cell. നമ്മുടെ മുടിയുടെ എണ്ണത്തെ അറിയുന്ന ദൈവം, നമ്മുടെ വിചാരങ്ങളെ അറിയുന്ന ദൈവം, നമ്മുടെ നിലവുകളെ അറിയുന്ന ദൈവം, നമ്മൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ദൈവം ഇന്ന് പകലിൽ നമ്മുടെ കൂടെയുണ്ട്. എത്ര പേർ പ്രതികരിക്കുന്നുണ്ട് കർത്താവിനോട്? ഓ സ്നേഹത്തോടെന്ന് പറഞ്ഞ ഡാഡി ലവ് യു ജീസസ്, വി ലവ് യു ഹോളി ഗോസ്റ്റ്. Oh, we exalt you Lord. Ramala thara kharaba shabala teri ala mama mande. ആരാധന ഒരിക്കൽ കൂടി ആരാധന. ഉള്ളത്തിൽ നിന്ന് ആ സ്നേഹത്തോടെ കർത്താവിനോടൊന്ന് പറഞ്ഞു. ആരാധന നിങ്ങളുടെ സ്നേഹത്തോടൊന്ന് പറഞ്ഞേ. എന്നുയിരാണൻ ഉയിരാണൻ ഉയിരാണൻ യേശു. എന്നുയിരാണൻ ഉയിരാണൻ ഉയിരാണൻ യേശു. എന്നുയിരാണൻ യേശു. എന്നുയിരോട് കലந்து എന്നുയിരേ நான் உம்மை துதிப்பேன் യേശുവേ. എന്നുയിരേ நான் உம்மை துதிப்பேன். ഓ എൻ ജീവനേ എൻ ജീവനേ എൻ ജീവനേ എൻ ജീവനേ എൻ പ്രാണനേ എൻ പ്രാണനേ എൻ പ്രാണനേ യേശുവേ എൻ ഉയിരേ. Oh, love you Jesus, more than anything, more than ever before, more than the next heartbeat. Oh, we love you Lord. Thank you Jesus. നീ മാത്രം പരിശുദ്ധൻ കർത്താവേ. ഇന്ന് പകലിൽ എത്ര പേർക്ക് അവന് നന്ദി പറയുവാനുണ്ട്? ഇന്ന് കർത്താവിനൊന്ന് പാടി നന്ദിയോടെ ഉത്സാഹത്തോടെ ഓ ഹാ കർത്താവിനൊന്ന് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ജയക്കൊടിയാകുന്നവനെ ഉയർത്തിപ്പിടിച്ച്. നമുക്ക് ജയം തരുന്നത് മനുഷ്യരല്ല, നമുക്ക് ജയം തരുന്നത് ഉയരത്തിൽ നിന്നാണ്. നമുക്ക് ജയം വരുന്നത് ഉയരത്തിൽ നിന്നാണ്, നമ്മുടെ ചുറ്റുപാടിൽ നിന്നല്ല, നിങ്ങളുടെ പഠിച്ച വിദ്യാഭ്യാസത്തിൽ നിന്നല്ല നിങ്ങൾക്ക് ഉയർച്ച വരുന്നത്. നിങ്ങൾക്ക് ഉയർച്ച വരുന്നത് ഉയരത്തിൽ നിന്ന ദൈവം. ഹല്ലേലൂയ. ഓ ഓ നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ പ്രശംസിക്കേണ്ട, മറിച്ച് ഒരുവനെ മാത്രം നോക്കിയേ. ഓ ഹല്ലേലൂയ. ഓ ആ കർത്താവിനെ ഉയർത്തിപ്പിടിച്ച് അല്പസമയം എഴുന്നേറ്റ് ആ കർത്താവിന് നന്ദിയോടൊന്ന് വാഴ്ത്തുവാൻ ആരംഭിച്ച് ഇന്ന് നമ്മൾക്ക് ജയത്തെ നൽകി തരുന്ന ദൈവം, സകല ശത്രുവിന്റെ കോട്ടകളെ ഇടിച്ച് നിരത്തിക്കൊണ്ട് നമുക്ക് ജയത്തെ കൊണ്ടുവരുന്ന ദൈവം ഇന്ന് പകലിൽ ജീവിക്കുന്നു നമ്മുടെ ഇടയിൽ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? 2-3 പേർക്ക് കരം കൊടുത്തു എന്ന് പറഞ്ഞേ, ജയിച്ച ദൈവം നമ്മുടെ ഇടയിലുണ്ട്. ഓ താങ്ക് യു ജീസസ്. ഓ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഓ
ഓ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ, നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവേ. ഓ നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടി. Come on, lift it up. Hey, ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ. ഓ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ, നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടും. ജയഗീതം പാടിടുവേൻ. യേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം. ഓ പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹ നരനാ. ഓ പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹ നരനാ. ദൈവകോപത്തീയിൽ വെന്തെറിഞ്ഞവനാ രക്ഷകൻ ഇന്ന് ജീവിക്കുന്നു. ഓ ദൈവകോപത്തീയിൽ വെന്തെറിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ഗീതം 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 ജയ ജയ ഗീതം പാടുവിൻ സോദരരെ. ഓ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ, നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവേ. ഓ നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം. ഓ ഉലകമഹാന്മാരയിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. എല്ലാ മഹാന്മാരും ഉറങ്ങുമ്പോൾ ഓ നമ്മുടെ കർത്താതി കർത്താവ് ജീവിക്കുന്നു. വിളിച്ചു പറഞ്ഞേ, നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ എന്നിൽ ജീവിക്കുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ. ഓ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ, നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവേ. ഓ നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം. ഓ വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജ. ഓ വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ ശ്രീയേശുവെ സ്വീകരിപ്പാം. ഓ നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ. ഗീതം 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 ജയ ജയ ഗീതം പാടുവിൻ സോദരരെ. ഓ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ, നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവേ. ഓ നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവേ. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവനാം കർത്തനവൻ വല്ലവനായി വെളിപ്പെടുമേ. ഓ നല്ലവനാം കർത്തനവൻ വല്ലവനായി വെളിപ്പെ. അത്ഭുതം അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും
ഭൂതങ്ങൾ വിട്ടുടൻ പോകും, സർവബാധയും നീങ്ങിടുമേ. ഭൂതങ്ങൾ വിട്ടുടൻ പോകും, സർവബാധയും നീങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും, ഗീതസ്വരം മുഴങ്ങിടുമേ. രോഗികളും ആശ്വസിക്കുന്ന നാമം, ഇന്ന് സൗഖ്യം വരുത്തുന്ന നാമം, അവന്റെ നാമം അത്ഭുതമേശുവിൻ നാമം. ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം അത്ഭുതമേശുവിൻ നാമം, ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. ഓ ആരാധനയുണ്ട്, ആരാധനയുണ്ട്, യേശുരാജനുള്ളിടത്തു ആരാധനയുണ്ട്. Come on, ആരാധനയുണ്ട്, ആരാധനയുണ്ട്. ആത്മാവിന്റെ ഓ സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ ദൈവത്തിന്റെ ശക്തിയാലത്രേ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. ഓ വ്യർത്ഥവുമല്ല, പാരമ്പര്യമല്ല, കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തിയാലത്രേ. ഓ വ്യർത്ഥവുമല്ല, ഓ പാരമ്പര്യമല്ല, ഇന്ന് നമ്മൾ ഓ അവന്റെ ശക്തിയാലേ. രാജാവുള്ളിടത്തു രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്തു ആത്മപ്രവാഹമുണ്ട്. ഓ രാജാവുള്ളിടത്തു രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്തു ആത്മപ്രവാഹം. Come on everyone, ആരാധനയുണ്ട്, ആരാധനയുണ്ട്, യേശുരാജനുള്ളിടത്തു ആരാധനയുണ്ട്. ഓ ആരാധനയുണ്ട്, ആരാധനയുണ്ട്. ആത്മാവിന്റെ ഓ മഹത്വത്തിനും സ്തോത്രത്തിനും സർവബഹുമാനത്തിനും യോഗ്യനായവൻ. മഹത്വത്തിനും സ്തോത്രത്തിനും സർവബഹുമാനത്തിനും യോഗ്യനായവൻ. ഓ യഹൂദാ ഗോത്രത്തിൽ സിംഹമായവൻ, രാജാധിരാജൻ, എൻ കർത്താധി കർത്താവേ. യഹൂദാ ഗോത്രത്തിൽ സിംഹമായവൻ, രാജാധിരാജൻ, ഓ കർത്താധി കർത്തൻ. രാജാവുള്ളിടത്തു ആത്മാവുള്ളിടത്തു ആത്മപ്രവാഹമുണ്ട്. ഓ രാജാവുള്ളിടത്തു രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്തു ഓ ആരാധനയുണ്ട്, ആരാധനയുണ്ട്, യേശുരാജനുള്ളിടത്തു ആരാധനയുണ്ട്. ഓ ആരാധനയുണ്ട്, ആരാധനയുണ്ട്. ആത്മാവിന്റെ ഓ യേശുവേ ആരാധ്യനേ,
യേശുവേ ആരാധ്യനേ, അവൻ മാത്രം. ക്രിസ്തുവേ ആരാധ്യനേ. കുഞ്ഞാടേ നീ മാത്രം യോഗ്യൻ, യോഗ്യൻ, യോഗ്യൻ. You alone is worthy. ഇന്നൊന്ന് പകലിൽ നിന്ന് പറഞ്ഞേ, സ്വർഗത്തോടൊപ്പം ചേർന്നൊന്ന് പറഞ്ഞേ, നീ മാത്രം യോഗ്യൻ, നീ മാത്രം പുകഴ്ചകൾക്ക് യോഗ്യൻ, നീ മാത്രം പുകഴ്ചകൾക്ക് യോഗ്യൻ. ഹല്ലേലൂയ. അവന്റെ നാമത്തിൽ എല്ലാ മുഴങ്കാലുകൾ ഇന്ന് മടങ്ങും. ഇന്ന് പകലിൽ എത്ര പേർ ആ പകലിൽ ആ കർത്താവിനൊന്ന് കാണുന്നുണ്ട്? ആ കർത്താവിനെ നോക്കുവാനെന്ന് ആരംഭിച്ചാട്ടെ, ആ യേശുവിനെ നോക്കുവാനെന്ന് ആരംഭിച്ചാട്ടെ. ആ യേശുവിനെ നോക്കിയേ, ഷാരോണിലെ പനിനീർ പുഷ്പത്തെ ഒന്ന് നോക്കിയേ, സൂര്യനേക്കാൾ വെല്ലുന്ന ശോഭയുള്ള ആ കർത്താവിനൊന്ന് കണ്ടേ. ഹല്ലേലൂയ. ഓ, അവന്റെ മുഖം സൂര്യനേക്കാൾ തിളങ്ങി നിൽക്കുന്ന ആ ശോഭയേറിയ മുഖം കണ്ടുകൊണ്ട്, ആ രാജാതിരാജാവിനെ കണ്ടുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ഉള്ളം കൊണ്ടൊന്ന് ആ കർത്താവിനൊന്ന് പുകഴ്ത്തുവാൻ, ഉയർത്തുവാൻ, ആരാധിക്കുവാനൊന്ന് ആരംഭിച്ചാട്ടെ. സകലത്തെയും മറന്നുകൊണ്ട് ആ യേശുവിനെ മാത്രം നോക്കിയേ. ആശീർവാദ
നിത്യപിതാവേ, സമാധാന പ്രഭുവായവനെ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. You are holy, you are holy, you are holy, you are holy, you are the Lord of Lords and King of Kings. You are Almighty God, you are omnipotent. Hallelujah, hallelujah, hallelujah. സ്തോത്രം. സ്തുതികളുമേൽ വസിക്കുന്ന രാജാവേ സ്തോത്രം. സ്തുതികളുമേൽ വസിക്കുന്ന ദൈവമേ സ്തോത്രം. സ്തുതികളുമേൽ വസിക്കുന്ന മഹോന്നതരെ സ്തോത്രം. യേശുവേ ഹല്ലേലൂയ. ഒരു ദിവസം കൂടി കർത്താവേ ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Thank you, Jesus. Thank you, Father. Thank you, Father. Thank you, Almighty God. Shabara kabaram si korosheka. Rora rabala si kereshika rabala si. Jesus, Jesus. Yeshua, fill this place with the holy presence. Fill this place with the holy presence. Rashakabala kaba. Rora rabala si kereshaka. റോറാറാം സിക്കോലോഷിക്കറബലസി. യേശുവേ, അങ്ങയുടെ സാന്നിധ്യം കർത്താവേ മൺകൂടാരമാകുന്ന ഞങ്ങളുടെ മേൽ അങ്ങ് പകരുന്നതിനായി സ്തോത്രം. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവദൂതന്മാരുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യ ഉള്ളതിനായി സ്തോത്രം കർത്താവേ. ഇന്ന് പകൽ കർത്താവേ ഈ ആലയത്തിൽ നിന്ന് ഉയരുന്ന ആരാധനകൾ കർത്താവേ അങ്ങ് ദൈവമേ ആലയം സ്വീകരിച്ചതിനായി സ്തോത്രം. അങ്ങയുടെ മഹത്വം ദൈവമേ ഈ ആലയത്തിൽ ഇറങ്ങിയതിനായി സ്തോത്രം. അങ്ങയുടെ മഹത്വം ഈ ആലയത്തിൽ ഇറങ്ങിയതിനായി സ്തോത്രം. അങ്ങയുടെ തേജസ് കർത്താവെ മൺകൂടാരമാകുന്ന ഞങ്ങളുടെ ഓരോരുത്തരുമേലും അങ്ങ് പകരുന്നതിനായി സ്തോത്രം. Radala rasi kabalam shikeri balabara balabara do Rora raba baba ribala sikha baba ribala barasi Ramdeli bilabala sikara balabala balabala de Angge raja di raja vai Deme yaletil ഇറങ്ങിയതിനായി സ്തോത്രം. അങ്ങ് ദേവാദി ദൈവമായി ഈ ആലയത്തിൽ ഇറങ്ങിയതിനായി സ്തോത്രം കർത്താവേ. ബൈബിൾ പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, അവർ പുതുഭാഷകളിൽ സംസാരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഭൂതങ്ങളെ അവർ പിടിച്ചെടുക്കുമെങ്കിൽ കർത്താവേ, ഇന്ന് സഭ കർത്താവേ കൽപ്പിക്കുകയാണ് കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് രാജാതി രാജാവായി ഞങ്ങളുടെ മധ്യേ വെളിപ്പെട്ടതിനായി നന്ദി കർത്താവേ. അങ്ങ് ദേവേ രാജാതി രാജാവായി ഞങ്ങളുടെ മേൽ വസിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ രാജ്യം ഞങ്ങളുടെ മേൽ വാഴുന്നതിനായി സ്തോത്രം. ഈ സഭയുടെ മേൽ കർത്താവേ അങ്ങയുടെ രാജ്യം വാഴുന്നതിനായി നന്ദി കർത്താവേ. ഞങ്ങളായിരിക്കുന്ന ദൈവ ഭവനങ്ങളിൽ മേൽ അങ്ങയുടെ രാജ്യം വാഴുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും അങ്ങ് രാജാതി രാജാവായി വാഴുകയും അങ്ങയുടെ രാജ്യത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണം ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലും അങ്ങ് പകരുന്നതിനായി സ്തോത്രം കർത്താവേ. യേശുവേ, ആരാധനയ്ക്ക് യോഗ്യനായ എൻ്റെ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം മൺകൂടാരമാകുന്ന ഞങ്ങളുടെ മേൽ അങ്ങ് പകരുന്നതിനായി സ്തോത്രം. യേശുവേ, ഇന്ന് പകൽ ഈ ആലയത്തിൽ കടന്നു വന്ന എല്ലാ ജനത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ദൈവമേ ആശ്രയം കർത്താവായ യേശു ക്രിസ്തു ആണല്ലോ. ഞങ്ങളുടെ ദൈവമേ ആശ്രയവും ഞങ്ങളുടെ പരിപാലകനും ഞങ്ങളുടെ ദൈവമേ ഹല്ലേലൂയ സ്തോത്രം എല്ലാം യേശു ആയതുകൊണ്ട് യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു കർത്താവേ. ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത മക്കളെല്ലാം കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആരാധനയുടെ പുത്തൻ വെളിപ്പാടുകൾ ദൈവമേ മക്കളുടെ മേൽ അങ്ങ് കൊടുത്ത് ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിൻ്റെ സാന്നിധ്യത്താൽ അവരെ അങ്ങ് നിറയ്ക്കുകയും ആരാധന നിർത്തുവാൻ പോലും പറ്റാത്തവണ്ണം ആത്മനദിയുടെ പ്രവാഹം യേശുവിൻ്റെ നാമത്തിൽ അവരിലൂടെ പരിശുദ്ധാത്മാവ് ദൈവസഭയുടെ മേൽ അങ്ങ് കൈമാറുന്നതിനായി നന്ദി കർത്താവേ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇന്ന് പകൽ ഞങ്ങൾ ദൈവമേ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായി ദൈവ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അങ്ങ് നിറയ്ക്കുന്നതിനായി നന്ദി കർത്താവേ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ഇന്ന് പകൽ രോഗികളായി ആരെങ്കിലും കർത്താവ് ഈ ഓൺലൈൻ സർവീസിൽ പ്രത്യേകിച്ച് ഞങ്ങളായിരിക്കുന്ന ഈ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസനെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവ്, യേശുവിൻ്റെ അടിപ്പിണറുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന വചനത്തെ, ആ ജീവന്റെ വചനത്തെ ആ ദൈവദാസന്റെ മേൽ ഞങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു കർത്താവേ. സഭ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും പൂർണ്ണ ആരോഗ്യം യേശുവിൻ്റെ നാമത്തിൽ ദൈവദാസന്റെ മേൽ അങ്ങ് പകരുന്നതിനായി നന്ദി കർത്താവേ. ആശുപത്രിയിലായിരിക്കുന്ന ദൈവദാസനോട് കൂടെ ആശുപത്രിയിലായിരിക്കുന്ന ആൻറ്റിയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ആശ്വാസവും ദൈവത്തിൻ്റെ സന്തോഷവും ദൈവത്തിലുള്ള പ്രത്യാശയും അധികമായി വർദ്ധിച്ചു വരുവാൻ ഇതെല്ലാം കടന്ന്
കർത്താവെ, അവർ ദൈവരാജ്യത്തിന് വേണ്ടി ഇനിയും അധികമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു കുടുംബമാക്കി പരിശുദ്ധാത്മാവെ ആ കുടുംബത്തെ അങ്ങ് മാറ്റുന്നതിനായി നന്ദി കർത്താവെ. ഈ ഓൺലൈൻ സർവീസിൽ മറ്റാരെങ്കിലും ഈ മീറ്റിംഗിൽ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ സംസാരിക്കുവാൻ പോകുന്നതിനായി നന്ദി കർത്താവെ. യേശു അപ്പച്ചൻ്റെ സാന്നിധ്യം അവരായിരിക്കുന്ന ഭവനങ്ങളിൽ പരിശുദ്ധാത്മാവെ അവരുടെ മേൽ അങ്ങ് പകരുന്നതിനായി സ്തോത്രം കർത്താവെ. വലിയ പ്രതീക്ഷകൾ ഞങ്ങൾ വെക്കുന്നു. അങ്ങയുടെ കൃപ അധികമായി ഞങ്ങളുടെ മേൽ അങ്ങ് പകരുന്നതിനായി സ്തോത്രം. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായി ഒരു കൊള്ള പങ്കിട്ടതുപോലെ ഞങ്ങൾ സന്തോഷത്തോടെ ഇന്ന് ഞങ്ങൾ കടന്നു വന്നത് ചെറിയ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇനി ഞങ്ങൾ ഈ ആലയത്തിൽ ഞങ്ങൾ കടന്നു പോകുമ്പോൾ വലിയ കൊള്ള പങ്കിട്ടതുപോലെ സന്തോഷത്താലും ആനന്ദത്താലും ഞങ്ങൾ നിറയ്ക്കുന്നതിനായി സ്തോത്രം. ശുശ്രൂഷിക്കുവാൻ ദൈവദാസന്മാരെ പരിശുദ്ധാത്മാവ് അസാധാരണമായ ശക്തിയോടുകൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിനനുസരിച്ച് ശുശ്രൂഷിപ്പാൻ കർത്താവെ ഞങ്ങളുടെ കൃപ വ്യാപരിക്കുന്നതിനായി നന്ദി. പ്രാർത്ഥനയ്ക്കെല്ലാം കർത്താവ് മറുപടി തന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എത്ര പേര് സന്തോഷമായിരിക്കുന്നു? അതിൽ നമ്മുടെ ഇത് ഇത്രയും നമ്മൾ ദൈവസാന്നിധ്യം മുഴുവൻ അനുഭവിച്ചിട്ട് ഈ ഹല്ലേലൂയ കേൾക്കാൻ ദൈവത്തിന് ഒട്ടും ആഗ്രഹമില്ല. ഒരു ഹല്ലേലൂയ ഇടിമുഴക്കം പോലെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ കൂടി പറഞ്ഞേ. ഓക്കെ, ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. വളരെ പ്രതീക്ഷയോടുകൂടി നമുക്ക് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ കർത്താവിന് കൊടുക്കുവാനുള്ള സമയമാണ്. സ്തോത്ര കാഴ്ചകൾ, ഓഹരി, മനഃപൂർവ്വ ദാനങ്ങളെല്ലാം കർത്താവിന് കൊടുക്കുക. ആ സമയത്ത് കൊയറൊരു പാട്ട് പാടുന്നതായിരിക്കും. എന്നെ അൻപോടു ദിനം തോറും നടത്തുന്ന പുണ്യദയാനന്ദം വന്ദനമേ. എന്റെ പുണ്യദയാനന്ദം വന്ദനമേ. നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്നേ നിറയുമേ. സന്നാഹമോടെ സ്തുതി പാടിടുമേ. ദേവസന്നാഹമോടെ സ്തുതി പാടിടുമേ. അന്ത്യം വരെയും എന്നെ കാവൽ ചെയ്തിടുവാൻ അന്തികയുള്ള മഹൽ ശക്തി നീയേ നാഥാ. അന്തികയുള്ള മഹൽ ശക്തി നീയേ. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ പാസ്റ്റർ ചില ശാരീരികമായ ചെറിയ ബുദ്ധിമുട്ടുകൾ കാരണം രാജഗിരി ഹോസ്പിറ്റൽ
ഉത്തരവാദിത്വത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പാസ്റ്റർ ഇല്ല എന്ന് ഓർത്തുകൊണ്ട് കാര്യങ്ങൾ ഇവിടെ ഒന്നിനും ഒരു മുടക്കവും ഉണ്ടാവില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നായിരിക്കും ഈ പരിപാടികളെല്ലാം വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് ഇന്ന് എടുത്ത സ്തോത്ര വഴിപാടുകൾക്ക് വേണ്ടിയും പാസ്റ്ററിന് വേണ്ടിയും പ്രാർത്ഥിക്കുവാനായിട്ട് ജോർജ് അങ്കിളിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. കൈകളുടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ലേഖനം എഴുതിയ പോലെ നമ്മുടെ അഭിഷിക്തൻ ICUവിൽ നിന്നാണ് ആ ടേപ്പ് ചെയ്ത് നമ്മളെ കേൾപ്പിച്ചത്. നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? നമ്മുടെ ദേവദാസൻ നമുക്ക് വേണ്ടി ഓടി റെസ്റ്റ് ഇല്ലാണ്ട് ഓടിയത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനും പാസ്റ്ററോട് ഒരു പ്രാവശ്യം കുംഭകോണം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയായിരുന്നു. എത്രയോ കിലോമീറ്റർ സോംബ്രദറുണ്ടായിരുന്നു. കിലോമീറ്റർ ഓടി തളർന്ന് വന്നിട്ട് രാത്രിയാണ് ഞങ്ങൾ വരുന്നത്. വെളുപ്പിന് വീണ്ടും അദ്ദേഹം ബാംഗ്ലൂർക്ക് പോയി. ആലോചിച്ച് നോക്കി. അതേപോലെ നമുക്ക് വേണ്ടി ഓടുന്ന ആ ദേവദാസനെ നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? നമുക്കൊരു കാര്യം ചെയ്യാം. സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഇനി അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു വാക്ക് കൈകോർത്ത് പിടിച്ച് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചെങ്കിലോ? സ്തോത്രം. സ്നേഹപിതാവേ, സഭയുടെ ഐക്യതയുള്ള പ്രാർത്ഥന ദൈവം കേൾക്കുന്നതിനായി നന്ദി. കാരാഗ്രഹത്തിൽ കിടന്ന പത്രോസിനെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവമേ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് ദൈവമേ സ്തോത്രം പ്രാർത്ഥിക്കുന്ന സ്ഥലത്തെത്തിക്കുവാൻ കഴിവുള്ളൊരു ദൈവം ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തൻ്റെ അഭിഷിക്തന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ദൈവമേ സ്തോത്രം സഭയ്ക്ക് വേണ്ടി ദൈവമേ സ്തോത്രം ഓടിയതിൻ്റെ ഫലമായി കർത്താവേ സ്തോത്രം താൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കർത്താവേ തൻ്റെ ശരീരത്തിൽ നിന്ന് മാറിപ്പോകുവാൻ, താൻ ആരോഗ്യത്തോടുകൂടി മടങ്ങി വരുവാൻ, തൻ്റെ ആവശ്യങ്ങളിലെല്ലാം ദൈവം ഇരുന്ന് സഹായിക്കുവാൻ, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണെന്ന് പറഞ്ഞ അങ്ങയുടെ വാഗ്ദത്തം നിറവേറ്റുവാൻ കർത്താവേ സ്തോത്രം തൻ്റെ ദൈവമേ സ്തോത്ര രോഗക്കിടക്ക മാറ്റിവിരിക്കുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശു ഞങ്ങൾക്ക് വേണ്ടി അടി കൊണ്ടതുകൊണ്ട് ഞങ്ങൾ സൗഖ്യമുള്ളവരായി തീർന്നു എന്നുള്ള ഞങ്ങളുടെ വചനം തൻ്റെ മേൽ അയച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയായ ഐക്യതയോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു മനസ്സോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ഞങ്ങളെ നയിക്കുവാൻ ആക്കിയിരിക്കുന്ന അഭിഷിക്തന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ദൈവ സ്തോത്രം ശക്തി ആ മകൻ്റെ മേൽ വീഴുന്നതിനായി ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവേ സ്തോത്രം, ഇത് ദൈവ സ്തോത്രം ഇപ്പോൾ തന്നെ കർത്താവ് സൗഖ്യമാക്കുന്നതിനായി നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസം തന്നെ ഞങ്ങൾക്ക് നേരിൽ കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വീണ്ടും അധികം ശക്തിയോടുകൂടി കർത്താവിന് വേണ്ടി ഓടുവാൻ കർത്താവേ അതിനുള്ള ആരോഗ്യം ദൈവം നൽകുന്നതിനായി ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എടുക്കപ്പെട്ട സ്തോത്ര വഴിപാട് ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങളെ ദൈവം മാനിക്കണമേ, ധാരാളമായി മടക്കി കൊടുക്കണമേ. ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കൈകളുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രാർത്ഥനയോടെ എല്ലാവർക്കും നാം സുവിശേഷങ്ങളൊക്കെ വായിക്കുമ്പോൾ വിതക്കാരൻ്റെ ഉപമയെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. അതിൽ വഴിയരികിൽ വീണ കാര്യവും അതുപോലെ മുള്ളിൻ്റെ ഇടയിൽ വീണതും പാറസ്ഥലത്ത് വീണതും എല്ലാം വായിച്ചു. പക്ഷേ അതിൽ ഏറ്റവും അവസാനം പറയും നല്ല നിലത്ത് വീണതെല്ലാം 30-60, നമുക്ക് ആ 30-60 മേനി വേണ്ട, നമുക്ക് 100 മേനിയാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇന്ന് പകൽ ഈ വിത്തെന്ന് പറയുന്നത് വചനമാണ്. ഇന്ന് ദൈവദാസൻ ഈ പറയുന്ന വചനം നമ്മളോട് പറയുമ്പോൾ അത് നമ്മുടെ നല്ല നിലമാകുന്ന നമ്മുടെ ഹൃദയത്തിൽ അത് വീഴുകയും അതിൽ നിന്ന് 100 മേനി ഫലം പുറത്ത് വരത്തക്ക രീതിയിൽ നമുക്ക് വളരെ പ്രതീക്ഷയോടെയായിരിക്കാം. നമുക്കറിയാം, നമ്മുടെ ബിനോയ് പാസ്റ്ററിനെ നമുക്കറിയാം. നമ്മുടെ ബിനോയ് പാസ്റ്റർ ഇല്ലാത്ത സമയത്ത് ഇവിടെ വന്ന് ശുശ്രൂഷിക്കുകയും അത് നമുക്ക് ഓരോരുത്തർക്കും വലിയൊരു അനുഗ്രഹമായിരുന്നു. അതുകൊണ്ട് ബിനോയ് പാസ്റ്ററിനെ നമുക്ക് സ്റ്റേജിലേക്ക് ക്ഷണിക്കുമ്പോൾ എല്ലാവരും കരങ്ങളടിച്ച് വെൽക്കം ചെയ്യും. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് വീണ്ടും വിശുദ്ധ ആരാധനയിൽ ഒരുമിച്ച് പങ്കെടുക്കുവാൻ നമ്മുടെ കർത്താവ് തന്ന വിലയേറിയ അവസരത്തിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ വാത്സല്യ മക്കളെയും ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുന്നു. നമ്മൾ അപ്രതീക്ഷിതമായ ചില പ്രയാസകരമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്.
എങ്കിലും നമ്മുടെ വലിയ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഒരു പ്രതിസന്ധിയിൽ നമ്മളെ കൈവിടാത്ത നല്ലൊരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. പ്രതിസന്ധികളില്ലാത്ത ഒരു ലോകത്തിലല്ല നമ്മൾ നിൽക്കുന്നത്. പ്രതിസന്ധികളുണ്ട്, എന്നാൽ ആ പ്രതിസന്ധികളൊന്നും നമ്മളെ കൈവിടാത്ത നല്ലൊരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. കർത്താവിൻ്റെ എല്ലാ കൃപയ്ക്കായും സ്തോത്രം. വളരെ അപ്രതീക്ഷിതമായിരുന്നു. ഇപ്പോൾ ഈ കേട്ട വാർത്തകളെങ്കിലും ദൈവം വേഗത്തിൽ സൗഖ്യമാക്കുന്നല്ലോ, ദൈവം വേഗത്തിൽ വിടുവിക്കുന്നില്ല. ആ ശബ്ദം കേൾക്കുവാൻ ദൈവം നമുക്ക് വീണ്ടും കൃപ തന്നു. ആരോഗ്യത്തോടെ ഇരിക്കുന്നു, സൗഖ്യത്തോടെ ആയിരിക്കുന്നല്ലോ. കുടുംബാംഗങ്ങളെല്ലാവരെയും വന്ദനം ചെയ്യുന്നു. കർത്താവിൻ ദാസൻ പൂർണ്ണ ആരോഗ്യത്തോടെ അടുത്ത ഞായറാഴ്ചയോടെ ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ നമ്മുടെ ദൈവം കൃപ ചെയ്യും. എല്ലാ നന്മയ്ക്കായും സ്തോത്രം. എല്ലാ കാര്യങ്ങളും ഭംഗിയായി ഉത്തരവാദിത്വത്തോടെ ഓടി നടന്ന് ചെയ്യുന്ന കൂട്ടുവേലക്കാർക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ പ്രതീക്ഷിച്ചതിൽ നേരത്തെ ഇന്ന് കടന്നു വന്നു. കർത്താവിൻ ദാസ് ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, ഞാൻ എത്തിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് നേരത്തെ ആരാധന നിർത്തി നേരത്തെ ഇറങ്ങി. റോഡിലൊന്നും ബ്ലോക്ക് ഉണ്ടായില്ല. വേഗത്തിലെത്തുവാൻ ദൈവം കൃപ തന്നു. എല്ലാം ദൈവം നന്നായി ചെയ്യുന്നു. ദൈവം എല്ലാം ഭംഗിയായി ചെയ്യുന്നു. നമുക്ക് ഒരു അല്പം നേരത്തെ വചന ധ്യാനത്തിനായി ഒരു പുതിയ നമുക്ക് പരിചയമുള്ളൊരു വേദഭാഗം വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 10-ാമത്തെ വാക്യം. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു. അതെ, അത് എന്ന തിരുവഴുത്തുകൾ വായിച്ചിട്ടില്ല. 11-ാമത്തെ വാക്യം. 10-ാമത്തെ വാക്യം, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു. ഏവർക്കും പരിചയമുള്ള വാക്യമാണ്. നമ്മൾ നിരന്തരം പ്രസംഗങ്ങൾ ധാരാളം ഇതിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. വളരെ ഉയർന്ന ആഴമുള്ള ചിന്തകൾ, നമ്മളെ ബലപ്പെടുത്തുന്ന, നമ്മൾ ധൈര്യപ്പെടുത്തുന്ന, നമ്മളെ ഉറപ്പിക്കുന്ന ചില വാക്യങ്ങളാണ് ഈ വാക്യം. യേശു കർത്താവ് ഇതിൻ്റെ തുടക്കത്തിൽ പറയുന്നത്, യേശു കർത്താവ് ഒരു ഉപമ പറഞ്ഞ് ഒരു പാരബിൾ പറഞ്ഞാണ് തുടങ്ങുന്നത്. അത് പറഞ്ഞു തുടങ്ങുമ്പം 12-ാം അധ്യായം പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരു ഉടമസ്ഥൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. ഒരു മുന്തിരിത്തോട്ടം നട്ട് ഉണ്ടാക്കി. അപ്പം നമുക്ക് മനസ്സിലാകുന്ന ഭാഷയാണ്. ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കാൻ എത്രമാത്രം അധ്വാനം അദ്ദേഹം ചെയ്തിട്ടുണ്ട്, എത്രമാത്രം അധ്വാനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. നട്ട് ഉണ്ടാക്കി. അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത്, ചുറ്റും വേലിക്കെട്ടി ചക്കും കുഴിച്ച് നാട്ടി ഗോപുരവും പണിത് കുടിയന്മാരെ ഏൽപ്പിച്ചിട്ട് പരദേശത്തേക്ക് പോയി. 3-4 കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. നട്ടുണ്ടാക്കി എന്ന് പറഞ്ഞ് നിർത്തിയില്ല. അവ ചുറ്റും വേലി കെട്ടി. എന്തിനായിരിക്കാം? അറിയാം, യജമാനറിയാം, തോട്ടക്കാരനറിയാം വേലി കെട്ടിയില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന്. ആയതുകൊണ്ട് തോട്ടം നട്ട് ഉണ്ടാക്കിയതിന് ശേഷം ചുറ്റും വേലി കെട്ടി. അവിടെ കൊണ്ടും തീർന്നില്ല. തനിക്ക് നല്ല പ്രതീക്ഷകളുണ്ട്. ആയതുകൊണ്ട് ഈ നട്ടുണ്ടാക്കിയ ഈ മുന്തിരി അല്പം കൂടെ കഴിയുമ്പോൾ നല്ല ഫലം ഉണ്ടാകും. അന്ന് ആ ഫലത്തെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ അന്നേരം ചക്കിന് പോയാൽ പറ്റില്ല. ഇപ്പോഴേ അതും കൂടെ പ്രതീക്ഷിച്ച് കാര്യങ്ങൾ ചെയ്തു. ചക്ക് കുഴിച്ച് നാട്ടി ഗോപുരവും പണിതു. ഇതിന് കാവൽ നിൽക്കാൻ, അതിനെ നോക്കാൻ, സൂക്ഷിക്കാൻ, വന്യമൃഗങ്ങളോ മറ്റൊന്നും ഇതിന്മേൽ കടന്നു വരുന്നുണ്ടോ എന്ന് നോക്കാൻ അതിനുള്ള കാവലുമാക്കി, അല്ലെങ്കിൽ അതിനുള്ള സംരക്ഷണത്തിനുള്ള സാഹചര്യങ്ങളും സൂക്ഷ്മതയ്ക്കുള്ള സാഹചര്യങ്ങളും എല്ലാം ക്രമീകരിച്ച് അദ്ദേഹം ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം
അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അത് കഴിഞ്ഞിട്ട് അവൻ ടെനൻസിനെ, കുടിയാന്മാരെ ഏൽപ്പിച്ചിട്ട് പരദേശത്തേക്ക് പോയി. ഇത്രയും ചെയ്തതിന് ശേഷം ഇത് നന്നായി പോഷിപ്പിക്കപ്പെടുന്നു എന്നും ഇതിൻ്റെ ഫലം നന്നായി എടുക്കുന്നു എന്നും ഉറപ്പ് വരുത്തേണ്ടതിന്, നന്നായി നോക്കുന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ടതിന് അവൻ ചിലരെ ഏൽപ്പിച്ചിട്ട് പരദേശത്തേക്ക് പോയി. അപ്പോൾ നമുക്ക് തുടക്കം മുതൽ അറിയാം, ഒരു യജമാനൻ, ഒരു ഉടമസ്ഥൻ, അദ്ദേഹം എടുത്ത എഫേർട്ടാണ് നമ്മൾ ആദ്യം വായിച്ചത്, അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളാണ് നമ്മൾ വായിച്ചത്, അദ്ദേഹത്തിൻ്റെ കരുതലാണ് നമ്മൾ വായിച്ചത്. ദൈവത്തിൻ്റെ സ്തോത്രം. അദ്ദേഹത്തിൻ്റെ അധ്വാനം അവിടെ നട്ടുണ്ടാക്കുന്നു, അദ്ദേഹം അതിനെ കാവലേർപ്പെടുത്തുന്നു, അതിന് പ്രതീക്ഷകളുള്ളതുകൊണ്ട് ചക്ക കുഴിച്ച് നാട്ടുന്നു, അതിന് കാവൽ നിൽക്കേണ്ടതിന് അല്ലെങ്കിൽ സൂക്ഷ്മതയോടെ നിൽക്കേണ്ടതിന് ഗോപുരവും നാട്ടുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇനിയും എന്തേ വേണ്ടൂ? നോക്കി നടത്തി തക്ക സമയത്ത് ഫലം വരും. അത് നന്നായി യജമാനന് പ്രയോജനപ്രദമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്ന ഉത്തരവാദിത്തം മാത്രമേ ഇനി ആർക്കുള്ളൂ? ഈ ടെനൻസിനുള്ളൂ, കുടിയാന്മാർക്ക് ഉള്ളൂ. അപ്പം നമുക്കറിയാം, അടുത്ത രണ്ടാമത്തെ വാക്യം തുടങ്ങുമ്പോൾ, കാലമായപ്പോൾ കുടിയന്മാരോട് തോട്ടത്തിൻ്റെ അനുഭവം വാങ്ങേണ്ടതിന് അവനൊരു ദാസനെ കുടിയന്മാരടുക്കൽ പറഞ്ഞയച്ചു. താഴോട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. തോട്ടത്തിൻ്റെ അനുഭവം വാങ്ങേണ്ടതിന്, എല്ലാവരും ചേർന്ന് പറഞ്ഞ്, തോട്ടത്തിൻ്റെ അനുഭവം വാങ്ങേണ്ടതിന് യജമാനൻ ഒരു ദാസനെ അവരുടെ അടുക്കൽ പറഞ്ഞയച്ചു. കാവൽ നിൽക്കുന്ന ഏൽപ്പിക്കപ്പെട്ടവർ ഈ ഫലം കൊടുക്കേണ്ട വ്യക്തിയോട് അല്ലെങ്കിൽ ആ ദാസനോട് ഒട്ടും നീതിപൂർവമല്ലാതെ പെരുമാറുന്നത് നമ്മൾ ഈ വേദഭാഗത്ത് കാണാൻ കഴിയുന്നു. തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞയച്ച ദാസനോട് കുടിയാന്മാർ ഒട്ടും നീതിപൂർവമല്ലാത്ത ഒരു പ്രവർത്തനം അവിടെ നടത്തുന്നു. അത് താഴോട്ട് വായിക്കുമ്പോൾ, ചിലരെ അവർ ഉപദ്രവിച്ചു, ചിലരെ അവൻ കൊന്നുകളഞ്ഞു. നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ കാണുന്നത്, യജമാനൻ പറയുന്നൊരു കാര്യം, തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പറയുന്നൊരു കാര്യം, ഇനി എനിക്കൊരു ഏക മകൻ ഉണ്ട്, ഞാൻ അവനെ പറഞ്ഞയക്കും. അപ്പോൾ നമുക്കവിടെ വേദഭാഗം വായിക്കാൻ കഴിയുന്നത്, ഇവൻ വരുന്നത് കണ്ടിട്ട് ഈ ടെനൻസ് ചെയ്തത്, ഇവൻ ഇതിൻ്റെ ഉടമസ്ഥനാണ്, ഇവനെ നമുക്ക് കൊന്നുകളയുക എന്ന് പറഞ്ഞ് അവനെ കൊന്നുകളയുന്നു. ഇത്രയും നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവിനെ അവർ കൊന്നുകളയുന്നു. ഇനിയും ഈ പശ്ചാത്തലം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. ഞാനിതിനെ മറ്റൊരു ചിന്തയിലേക്ക് കൊണ്ടുവരാം. ഇത്രയും കാര്യങ്ങൾ ദാസന്മാരെ പറഞ്ഞയച്ചിട്ടും യജമാനനെ പറഞ്ഞയച്ചിട്ടും അല്ലെങ്കിൽ മകനെ പറഞ്ഞയച്ചിട്ടും അവരോടൊന്നും നീതിപൂർവമല്ലാതെ പെരുമാറി എന്നൊരൊറ്റ കാരണത്താൽ യേശു കർത്താവ് തോട്ടത്തെ ഉപേക്ഷിച്ചില്ല. യേശു കർത്താവ് അല്ലെങ്കിൽ ഉടമസ്ഥൻ തോട്ടത്തെ ഉപേക്ഷിച്ചില്ല. നട്ടുവളർത്തിയ തോട്ടം, വേലി കെട്ടിയ തോട്ടം, ചക്ക കൊഴിച്ച് നാട്ടിയ തോട്ടം, ഗോപുരം പണിത തോട്ടം, അനുഭവം തക്ക സമയത്ത് യജമാനന് പ്രയോജനപ്രദമായ നിലയിൽ ലഭിക്കാതെ വണ്ണം ചില ഇടപെടലുകൾ ഉണ്ടായി എന്ന് കരുതി തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ തോട്ടത്തെ ഉപേക്ഷിച്ചില്ല. ഹല്ലേലൂയ. തോട്ടത്തെ ഉപേക്ഷിച്ചില്ല. അവിടെ വായിക്കുന്നു, ആദ്യത്തെ ആളെ പറഞ്ഞയച്ചതിന് ശേഷം ഏറ്റവും മോശമായൊരു പ്രതികരണം ലഭിച്ചു എന്ന് കരുതി അവൻ രണ്ടാമതാളിനെ വിടാതെ ഇരുന്നില്ല. അവൻ വീണ്ടും രണ്ടാമതാളിനെ അയക്കുക. രണ്ടാമതാളിനെ അയച്ചത് ആ ആളിനോടും മോശമായി പെരുമാറിയെന്ന് കരുതി മൂന്നാമതാളിനെ അയക്കാതിരുന്നില്ല. ചിലരെ കൊന്നു, ചിലരെ ഉപദ്രവിച്ചു എന്ന് കരുതി തൻ്റെ പ്രിയപുത്രനെയും താൻ നൽകി. അപ്പോഴും തോട്ടം ഉടമസ്ഥന് തൻ്റെ മകനേക്കാൾ വിലയേറിയതായിരുന്നു. തോട്ടം ഉടമസ്ഥന് തൻ്റെ മകനേക്കാൾ വിലയേറിയതായിരുന്നു. ഇന്ന് പകൽ രാമൻ അതിന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇവിടെ നിന്ന് നമ്മളിലേക്ക് നോക്കുക. നമ്മൾ കർത്താവ് നമ്മളെ വിളിച്ചു, വേർതിരിച്ചു, കർത്താവ് നമ്മളെ ശുദ്ധീകരിച്ചു, തൻ്റെ തോട്ടമാക്കി ദൈവം നമ്മളെ നിർത്തി. തക്ക സമയത്ത് യജമാനന് ഫലം കൊടുക്കുന്ന
അനുഭവം ഉള്ളവരാകണമെന്ന് ദൈവം നമ്മളെ പ്രതീക്ഷിച്ചു, നമ്മളെ കണ്ടു. പലപ്പോഴും പല ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും യജമാനന് പ്രതീക്ഷിക്കുന്ന നിലയിൽ നമ്മളിൽ നിന്ന് ഫലം വന്നില്ല എന്ന് കരുതി ദൈവം ഈ തോട്ടത്തെ ഉപേക്ഷിക്കുന്നില്ല. ദൈവം ഈ തോട്ടത്തോടുള്ള ഗൗരവം കളയുന്നില്ല. ദൈവം ഇതിനെ പരിഗണിക്കാതിരിക്കുന്നില്ല. കർത്താവ് വീണ്ടും ഇതിനെ നട്ടു വളർത്തേണ്ടതിന്, ഇതിനെ പോഷിപ്പിക്കേണ്ടതിന് കർത്താവ് വീണ്ടും ഇതിന്മേൽ മഞ്ഞും മഴയും അയക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ വേദഭാഗത്തു നിന്ന് നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം, നമ്മൾ ദൈവത്തിൻ്റെ തോട്ടമാണ് എന്ന് ഉറപ്പുള്ളവർ ഒന്നുകൂടി ഉറപ്പിച്ച് പറയണം, ഈ പ്രതികൂലങ്ങളിലൊന്നും ഞാൻ വീണുപോകുകയില്ല. കാരണം എന്നെ എൻ്റെ കർത്താവ് അത്രമാത്രം സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യജമാനന് പ്രയോജനപ്രദമായ രീതിയിൽ ഫലം കൊടുക്കുവാൻ കഴിയാത്തവണ്ണം ചില പ്രതിസന്ധികൾ വന്നു എന്ന് വന്നേക്കാം. പക്ഷെ ഈ തോട്ടത്തെ അവൻ ഉപേക്ഷിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില തിക്താനുഭവങ്ങൾ ഉടമസ്ഥന് വന്നേക്കാം എന്ന് കരുതി തോട്ടത്തെ അവൻ കൈവിടുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ ഒന്നുകൂടെ ഉറപ്പിച്ച് പറയണേ, ഏക മകനെ കൊടുക്കുവാൻ തക്കവണ്ണം അവൻ ഈ തോട്ടത്തെ സ്നേഹിക്കുന്നു എങ്കിൽ, ഏക മകനെ സ്പെയർ ചെയ്യുവാൻ, അവനെ വിട്ടുകൊടുക്കുവാൻ തക്കത്തിൽ അവൻ ഈ തോട്ടത്തെ അവൻ സ്നേഹിക്കുന്നു. അടുത്തിരിക്കുന്ന ആളിനെ കൈകൊടുത്തൊന്ന് ഉറപ്പിച്ച് പറയാമോ, ആരെക്കാളും അധികം കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ആരെക്കാളും അധികം കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അവനൊരു തോട്ടം നട്ട് നനച്ച് കാവൽ നിർത്തിയത്. അവൻ്റെ പിൻപിൽ അതിന് വലിയ അധ്വാനമുണ്ട്. ഹല്ലേലൂയ. അവൻ തൻ്റെ ഏക മകനെയും നമുക്ക് വേണ്ടി നൽകി തന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ധൈര്യത്തോടെ ഉറപ്പോടെ പറയാ, ഈ പ്രതിസന്ധികളൊന്നും ഞാൻ വീണു പോവുകയില്ല. ഈ പ്രതിസന്ധികളൊന്നും, ആരാണ് നല്ല കൃത്യമായിട്ട് പറഞ്ഞു, ഈ പ്രതിസന്ധികളൊന്നും ഞാൻ വീഴുകയില്ല. ഹല്ലേലൂയ. ഈ വെല്ലുവിളികളിലൊന്നും ഞാൻ വീണു പോകുകയില്ല. ഹല്ലേലൂയ. ഒറ്റ കാര്യമാണ്, എന്നെ അവൻ അത്രമാത്രം സ്നേഹിക്കുന്നു. എന്നെ അവൻ അത്രമാത്രം സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. എന്നെ അവൻ അത്രമാത്രം സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. എന്നെ അവൻ അത്രമാത്രം സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും വേദഭാഗം വായിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള കാര്യമാണ്, ഈ തോട്ടത്തിൽ നിന്ന് ഇത്രമാത്രം തിക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഉടമസ്ഥന് മറ്റൊരു തോട്ടം ഇല്ല. അവൻ പോകില്ല. തൻ്റെ മകനെ കൊടുക്കേണ്ടി വന്നാലും അവൻ ഈ തോട്ടം വിട്ടു പോകില്ല. ഹല്ലേലൂയ. മകനെ കൊടുക്കേണ്ടി വന്നിട്ടും ഈ തോട്ടം വിട്ടു പോകില്ല. അതിന് താഴെ ഒരു വാക്യം കിടപ്പുണ്ട്, അവൻ വന്ന് എന്ത് ചെയ്യും? ഇവരെ നിഗ്രഹിച്ച് തോട്ടം മറ്റുള്ളവരെ ഏൽപ്പിക്കും. ഇന്ന് പകൽ ഒരു കാര്യം ഞാൻ വേഗത്തിൽ പറഞ്ഞിട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. ചിലപ്പോൾ ചില രോഗങ്ങൾ, ചിലപ്പോൾ ചില പ്രതിസന്ധികൾ, ചിലപ്പോൾ ചില വെല്ലുവിളികൾ നമുക്ക് പ്രയോജനപ്പെടാൻ പറ്റാത്തവണ്ണം പ്രതികൂലമായി വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് അടങ്ങിയിരിക്കില്ല. ഇതെല്ലാം താൽക്കാലികമാണ്. ഹല്ലേലൂയ. ഈ വേദനകൾ താൽക്കാലികമാണ്. ഈ പ്രതിസന്ധികൾ താൽക്കാലികമാണ്. ഓ ഹല്ലേലൂയ. ഈ ഞെരുക്കങ്ങൾ താൽക്കാലികമാണ്. ഈ മനസ്സിനെ ഇടിക്കുന്ന ഈ അവസ്ഥകൾ താൽക്കാലികമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ തോട്ടം ഈ ദേശത്ത് മനോഹരമായി ഉയരുക തന്നെ ചെയ്യും. ഈ തോട്ടം ഈ ദേശത്ത് അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഈ തോട്ടം ഈ പട്ടണത്തിന്, ഈ ദേശത്തിന്, ഈ രാജ്യത്തിന്, ഈ രാജ്യങ്ങൾക്ക് ഒരു അനുഗ്രഹമായി ഇത് മാറും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ സങ്കടങ്ങൾ താൽക്കാലികമാണ്. ഹല്ലേലൂയ. വിശുദ്ധവാൻ നമ്മളെ വീണ്ടും ധൈര്യപ്പെടുത്തി ഓർപ്പിക്കുന്നു. അവൻ വന്ന് ഈ പ്രതികൂലങ്ങളെ അവൻ്റെ കാൽക്കീഴിയാക്കും.
ഈ വെല്ലുവിളികളെ അവൻ്റെ കാൽക്കീഴയാക്കും. അവൻ നമ്മുടെ മേൽ അമിത കൃപയെ പകരും. നമ്മുടെ മേൽ അവൻ അമിത ശക്തിയെ പകരും. ഹല്ലേലൂയ. പൗലോസ് തീമോഥെയോസിനെ ഓർപ്പിക്കുന്നു, നീ കൃപയിൽ ശക്തിപ്പെടുക. ഹല്ലേലൂയ. നീ കൃപയിൽ ശക്തിപ്പെടുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റു വേദഭാഗത്ത് നമ്മളിങ്ങനെ ഓർപ്പിക്കുന്നു, വചനത്തിൽ ശക്തിപ്പെടുക. ഹല്ലേലൂയ. മറ്റൊരു ഭാഗത്ത് കാണും നമ്മൾ ആത്മാവിൽ ശക്തിപ്പെടുക. ഹല്ലേലൂയ. ഇതെല്ലാം താൽക്കാലികമാണ്. ഈ പ്രതിസന്ധികൾ താൽക്കാലികമാണ്. ഹല്ലേലൂയ. നമ്മൾ ദൈവസഭ അപ്രതീക്ഷിതമായി ഇങ്ങനെ സാഹചര്യം വരുമ്പം, ഒന്ന് രണ്ട് പ്രതികൂലങ്ങൾ പെട്ടെന്നായി നമ്മളെ നേരിടുമ്പം നമ്മുടെ മനസ്സ് ഇടിയാൻ സാധ്യതയുണ്ട്. മനസ്സൊന്ന് ക്ഷീണിക്കാൻ സാധ്യതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. മനസ്സൊന്ന് തളരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നവരും ഒത്തിരി പേരുണ്ടാവാം. പക്ഷെ ഞാൻ ഇന്ന് പകൽ ഓർപ്പിക്കട്ടെ, ഈ തോട്ടത്തെ അവൻ മറക്കുന്നില്ല. ഈ തോട്ടത്തെ അവൻ മറക്കുന്നില്ല. ഈ തോട്ടത്തിന്മേൽ അവൻ്റെ കണ്ണുണ്ട്. ഈ തോട്ടത്തിന്മേൽ അവൻ്റെ ദൃഷ്ടിയുണ്ട്. ഹല്ലേലൂയ. അവൻ വീണ്ടെടുത്ത ഈ സഭയുടെ മേൽ അവൻ്റെ കണ്ണുണ്ട്. അവൻ ഏത് പർപ്പസിന് വേണ്ടിയാണോ ഇത് നട്ടത്, അതിലേക്ക് നമ്മളെ എത്തിക്കും. ഹല്ലേലൂയ. ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ ഈ തോട്ടത്തെ അവൻ നട്ടത്, ആ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ കർത്താവ് നമ്മളെ കൊണ്ടെത്തിക്കും. ഒരാമൻ ഉറക്കെ പറയാമോ? ഹല്ലേലൂയ. 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 അടുത്തിരിക്കുന്ന നല്ല കരം കൊടുത്ത് പറഞ്ഞ മനസ്സ് ക്ഷീണിക്കരുത്. ഹല്ലേലൂയ. 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 മനസ്സ് ക്ഷീണിക്കരുത്. ഹൃദയം ക്ഷീണിക്കരുത്. നമുക്കൊത്തിരി മുന്നോട്ട് പോകാനുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഈ വാർത്ത അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന്ന് വല്ലാതെ മുറിഞ്ഞു പോയി, വല്ലാതെ ഒന്ന് ഉടഞ്ഞു. ഞാനൊരു യാത്രയിലാണ്. അപ്പം കർത്താവദാസനെ കഴിഞ്ഞ ദിവസം വിളിച്ചു. അപ്പം ഞാൻ ചില ക്രമീകരണങ്ങൾ അങ്ങോട്ട് പറഞ്ഞു ഞാൻ ഡോക്ടറെ കാണാൻ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് രാത്രി എന്നെ വിളിച്ചു പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നീടാണ് ഇങ്ങനത്തെ ഒരു വാർത്ത ഞാൻ കേൾക്കുന്നത്. അപ്പം എൻ്റെ മനസ്സ് വല്ലാതൊന്ന് മുറിഞ്ഞു, വല്ലാതൊന്ന് ക്ഷീണിച്ചു. പക്ഷേ എൻ്റെ ഉള്ളിൽ വന്ന ഒരു ധൈര്യം ഇതാണ്, സ്തോത്രം, ഉടയുന്നതൊരിക്കലും ഇല്ലാതാവാനല്ല, ഉടയുന്നതെല്ലാം ഇപ്പോഴും വളർച്ചയ്ക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. പൊടിയുന്നത് ഒരിക്കലും തീരാനല്ല, പൊടിയുന്നതെല്ലാം പണിയപ്പെടാനാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉടയുന്നത് ഒരിക്കലും തീരാനല്ല, അത് വീണ്ടും പണിയപ്പെടാനാ. എന്നോട് ചേർന്ന് ഒരിക്കൽ കൂടി ആമേൻ ഉറക്കം പറയാമോ? എന്നോട് ചേർന്ന് ഒരിക്കൽ കൂടി ആമേൻ ഉറക്കം പറയാമോ? ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവമഹത്വം നമ്മൾ കാണും. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവൃത്തി നമ്മൾ കാണും. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവശക്തി നമ്മൾ അനുഭവിക്കും. ഹല്ലേലൂയ. 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 സ്തോത്രം. എനിക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്. ഈ നമ്മൾ പിന്തുടരുന്ന ഒരു വിശ്വാസത്തിൻ്റെ തുടക്കം, അബ്രഹാമിൻ്റെ ആ ഒരു ദർശനം നമ്മളുമേ കിടപ്പുണ്ട്. അത് പൗലോസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്തൊരു തലമുറയാണ് ഇസാക്കിൻ്റെ തലമുറ. ഇസാക്കിൻ്റെ തലമുറയുടെ പ്രത്യേകത ക്ഷാമകാലത്ത് വിതച്ച തലമുറയാണ്. ഏത്? ക്ഷാമകാലത്ത് വിതച്ച തലമുറ. ഉറക്കെ പറഞ്ഞേ, ക്ഷാമകാലത്ത് വിതച്ച തലമുറ. ഹല്ലേലൂയ. ഒരാമൻ ഉറക്കെ പറഞ്ഞാട്ടെ. അബ്രഹാമിൻ്റെ തലമുറ കാണാതെ പുറപ്പെട്ട് പ്രാപിച്ച തലമുറ. ഒന്നും മുന്നിൽ കാണാതെ ദൈവശബ്ദം കേട്ട് ഇറങ്ങി പുറപ്പെട്ട് ദൈവിക നന്മയും വാഗ്ദത്വം പ്രാപിച്ച ഒരു തലമുറ. രണ്ടാമത്തെ ഒരു തലമുറയുണ്ട്, ക്ഷാമകാലത്തും വിതച്ച് നന്മ അനുഭവിച്ചൊരു തലമുറ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇസാക്കിനെ കൊണ്ട് ആ വാഗ്ദത്തം അവൻ്റെ മേൽ ചെയ്യിച്ചെടുത്ത ഐസക്കിൻ്റെ മേൽ പകരപ്പെട്ട ആ ദൈവകൃപ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ മേലും പകരപ്പെടട്ടെ. ഹല്ലേലൂയ. അല്പം ക്ഷാമമെന്നും ഞെരുക്കമെന്നും തോന്നിയാലും മടുത്തു പോകല്ലേ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യോ. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ. സാഹചര്യം അനുകൂലമായിരിക്കുമ്പോൾ വിതച്ചതല്ല, പ്രതികൂലമായിരിക്കുമ്പോൾ വിതച്ചതാണ്. ഹല്ലേലൂയ.
പ്രതികൂലമായിരിക്കുമ്പോൾ വിതച്ച് നന്മ കൊയ്ത ഒരു തലമുറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതികൂലമായിരുന്നപ്പോൾ വിതച്ച് നന്മ കൊയ്ത ഒരു തലമുറ. എല്ലാവരും ചേർന്ന് അതിന് രാമ്യം പറയുമോ? സാഹചര്യം തീർത്തും പ്രതികൂലമായിരുന്നപ്പോൾ വിതച്ച് നന്മ കൊയ്ത ഒരു തലമുറ. ഹല്ലേലൂയ. ക്ഷീണിക്കല്ലേ, നമുക്കൊരു നല്ല പാരമ്പര്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ഇന്ന് കർത്താവിന്റെ ദാസൻ കിടക്കയിലാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലാണ്. ഞാൻ ഇന്ന് പകൽ ഒന്നുകൂടെ ആത്മാർത്ഥമായി ചോദിക്കട്ടെ, ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുമെന്ന് പറയാൻ ആര് തയ്യാറാകും? ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുമെന്ന് പറയാൻ ആര് തയ്യാറാകും? ഹല്ലേലൂയ. എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുവാൻ, എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുവാൻ. അതേ കർത്താവേ, കർത്താവിൻ്റെ ദാസൻ അല്പ ദിവസത്തേക്ക് ഒരു ശുശ്രൂഷയിലേക്ക് അല്ലെങ്കിൽ ഒരു വിശ്രമത്തിലേക്ക് പോയെങ്കിലും ഇതാ ഞാൻ അത് മടങ്ങി വരുന്നിടം വരെയും ആ ദൗത്യം ഞാൻ ഏറ്റെടുക്കും, ക്ഷാമകാലത്ത് വിതയ്ക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രിയുടെ യാമങ്ങൾ എഴുന്നേറ്റിരുന്ന കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കുഞ്ഞു കുട്ടിയെ പോലും മറന്നു പോകാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഈ തോട്ടം കർത്താവ് സ്നേഹിക്കുന്ന തോട്ടം. നല്ല ഫലം യജമാനന് കിട്ടണം. ചിലർ കൊടുത്തില്ല എന്ന് കരുതി തോട്ടത്തെ അവൻ ഉപേക്ഷിച്ചില്ല. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. ഹല്ലേലൂയ. നല്ല ഫലം കൊടുത്തേ മതിയാവും. ഹല്ലേലൂയ. യജമാനന് ഇഷ്ടമുള്ള നല്ല ഫലം കൊടുക്കുന്ന ഉടമസ്ഥരായി നാം മാറണം. അവനത് മറ്റു ചിലരെ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ അനുഭവത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, സഹോദരന്മാരാൽ ഞെരുക്കപ്പെട്ട യോസഫിനെ നമുക്ക് കാണുന്നുണ്ട്. സഹോദരന്മാരാൽ ഞെരുക്കപ്പെട്ട് വല്ലാതെ ഉടഞ്ഞുപോയ യോസഫിനെ നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. ഞെരുക്കപ്പെട്ട യോസഫിനോടുള്ള ദൈവത്തിൻ്റെ ശബ്ദം ഇതാണ്: നീ മതിലിന് മീതെ പടരും. ഞെരുക്കപ്പെട്ട സ്വന്തം സഹോദരന്മാരാൽ ഞെരുക്കപ്പെട്ട യോസഫേ, സ്തോത്രം, നീ ക്ഷീണിക്കല്ലേ, നീ മതിലിന് മീതെ പടരും. ഉറക്കി ഒന്ന് പറയാമോ? ഞാൻ പ്രതികൂലങ്ങളുടെ മീതെ വളരും. ഞാൻ പ്രതികൂലങ്ങളുടെ മീതെ വളരും. ഞാൻ പ്രതികൂലങ്ങളുടെ മീതെ വളരും. ഞാൻ പ്രതികൂലങ്ങളുടെ മീതെ വളരും. ദൈവസഭ ദൈവികമായൊരു മർമ്മം ഗ്രഹിക്കണം, മനസ്സിലാക്കണം. സ്തോത്രം. ദൈവത്തിൻ്റെ സഭ പട്ടണത്തിൽ വിശാലമാകുമ്പോൾ പ്രതികൂലങ്ങൾ വർദ്ധിക്കാനുണ്ട്. ദേശത്ത് ദൈവത്തിൻ്റെ സഭ പടരുമ്പോൾ, പന്തലിക്കുമ്പോൾ പ്രതികൂലങ്ങളുണ്ടാകാം. അതിനു മുമ്പിൽ നിൽക്കുന്ന ചിലപ്പോൾ ക്ഷീണിക്കുന്ന രീതിയിൽ സാഹചര്യങ്ങൾ വന്നേക്കാം, വെല്ലുവിളികൾ ഉണ്ടാകാം. പക്ഷെ നമ്മൾ മടുത്തു പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടെ നിൽക്കുവാൻ, ഒരുമിച്ച് നിൽക്കുവാൻ ഞാൻ പടരുവാനുള്ളവനാണ്. രാമൻ പറയുമോ? ഞങ്ങൾ പടരുന്ന ഒരു തലമുറയാണ്. ദൈവസഭ ഒരുമിച്ച് പറഞ്ഞേ, ഞങ്ങൾ മതിലിന് മീതെ പടരുന്ന ഒരു തലമുറയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദിന്റെ ഒരു വാക്ക് നമ്മൾ എപ്പോഴും ഓർക്കണം: ഞാൻ ഈ മതിൽ ചാടിക്കടക്കും, ഞാൻ ഈ പ്രതികൂലങ്ങളെ ചാടിക്കടക്കും. എല്ലാവരും ചേർന്ന് രാമൻ പറഞ്ഞേ, ഞാൻ ഈ മതിൽ ചാടിക്കടക്കും, ഞാൻ ഈ പ്രതികൂലങ്ങളെ ചാടിക്കടക്കും. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ഈ മതിൽ കെട്ടിപ്പോക്കുമ്പോൾ അതിൽ അമങ്ങിപ്പോകാനുള്ളവനല്ല ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് രാമൻ ഉറക്കെ പറഞ്ഞേ, ഈ മതിൽ ഞാൻ ചാടിക്കടക്കും. രോഗസൗഖ്യം ഇപ്പോൾ ഇതിനകത്ത് സംഭവിക്കട്ടെ. രോഗസൗഖ്യങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ സംഭവിക്കട്ടെ. ഞാൻ ഈ മതിൽ ചാടി കടക്കും. രോഗസൗഖ്യങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി അസാധാരണമായ കാര്യങ്ങൾ, വീര്യപ്രവൃത്തികൾ ചെയ്ത ഒരു അഭിഷക്ത ദാസൻ ചില വാക്കുകൾ മുമ്പിൽ വല്ലാതെ ക്ഷീണിച്ച് തളർന്നുപോയി. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഞാൻ മറ്റുള്ളവരെക്കാൾ ഒത്തിരി ശ്രേഷ്ഠനൊന്നുമല്ല എന്ന് പറഞ്ഞ് അവനൊരു ചൂരച്ചെടിയുടെ തണലിൽ പോയി വിശ്രമിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് അവനെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു: ഏലിയാവേ, നിനക്കിവിടെ എന്താ കാര്യം? നിനക്കിനി വളരെ ദൂരം ഓടുവാനുണ്ട്. നിനക്കിനി വളരെ ദൂരം യാത്ര ചെയ്യാനുണ്ട്. നിനക്കിനി വളരെ ദൂരം യാത്ര ചെയ്യാനുണ്ട്.
എല്ലാവരും അവരോട് തന്നെ പറഞ്ഞ് നമുക്കിനി വളരെ ദൂരം യാത്ര. ഹല്ലേലൂയ. മരിക്കുവാൻ ആഗ്രഹിച്ച ഏലിയാവിനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്യണം. നിന്റെ നല്ല കാലത്ത് നീ ചെയ്തിട്ടില്ല, പക്ഷെ മരിക്കാൻ ആഗ്രഹിച്ച നിന്നോട് പറയാം, നീ 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്യണം. തീർന്നില്ല, നിനക്ക് പകരം ഒരു പുരോഹിതനെയും അഭിഷേകം ചെയ്യണം, ഒരു പ്രവാചകനെയും അഭിഷേകം ചെയ്യണം. ഇന്ന് പകൽ ആ നല്ല പാരമ്പര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഈ വിശുദ്ധ വേദപുസ്തകത്തിന്റെ പാരമ്പര്യം നമ്മുടെ പാരമ്പര്യം. ചൂരച്ചെടി തണലിൽ ഇരിക്കാൻ ഞാൻ തയ്യാറല്ല. ക്ഷീണിച്ചിരിക്കാൻ ഞാൻ തയ്യാറല്ല. ഹല്ലേലൂയ. തളർന്നിരിക്കുവാൻ ഞാൻ തയ്യാറല്ല. വിശുദ്ധ വചനത്തിന്റെ പാരമ്പര്യം ഞാൻ ഏറ്റെടുക്കുന്നു. ഹല്ലേലൂയ. ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യാം. പ്രതികൂലങ്ങൾ ഒട്ടനവധി നേരിടേണ്ടി വന്നു ധന്യനായ പൗലോസിന്. പൗലോസ് തീമോഥെയോസിനെ വിളിച്ച് ഓർമ്മപ്പെടുത്തുക, എൻ്റെ മകനെ തീമോഥെയോസേ, നീ കൃപയിൽ ശക്തിപ്പെടണം. ഹല്ലേലൂയ. നീ കൃപയിൽ ശക്തിപ്പെടണം. അടുത്തേക്ക് നല്ല കൈ കൊടുത്ത് പറഞ്ഞ്, നീ കൃപയിൽ ശക്തിപ്പെടണം. ഹല്ലേലൂയ. നീ കൃപയിൽ ശക്തിപ്പെടണം. ഞാൻ ഈ ഉദാഹരണങ്ങൾ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അവൻ ഈ തോട്ടത്തെ അധികം സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അവൻ തിരഞ്ഞെടുത്തവരെ അധികം സ്നേഹിക്കുന്നു. അവൻ വിലയ്ക്ക് വാങ്ങിയവരെ അധികം സ്നേഹിക്കുന്നു. അവൻ നട്ടു വളർത്തിയതിനെ അധികം സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന്റെ ഫലം തക്ക സമയത്ത് പൂർണ്ണതോതിൽ വെളിപ്പെടേണ്ടതിന് അവൻ അതിനെ അധികം സ്നേഹിക്കുന്നു. ഇടക്കാലത്തുണ്ടാകുന്ന പ്രതികൂലങ്ങൾ കൊണ്ട് അവൻ ഈ തോട്ടത്തെ ഉപേക്ഷിക്കുന്നില്ല. അവൻ അതിനെ വീണ്ടും ജീവിപ്പിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. തോട്ടത്തിൻ്റെ അനുഭവം നാനാവിധമാകുന്നു എന്ന് വാർത്തകൾ ഒരുപക്ഷെ നമ്മുടെ കാതുകളിൽ വന്നേക്കാം. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും അതാസ്ഥാനങ്ങൾ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നമ്മൾ അല്പം നിമിഷങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതിൻ്റെ അനുഭവം അതിൻ്റെ പൂർണ്ണതോതിലെത്താതെ വണ്ണം, പ്രയോജനപ്പെടാതെ വണ്ണം ചിഹ്നിച്ചെതിരിപ്പോകുന്ന അതിൻ്റെ ഫലപ്രാപ്തിയിലെത്താൻ കഴിയാതെ വണ്ണം വിഷമിപ്പിക്കപ്പെടുന്ന അനുഭവങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടാവാം, കുടുംബജീവിതത്തിലുണ്ടാവാം. ഇന്ന് പകലൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും കരങ്ങളെ ഒന്ന് കോർത്ത് പിടിച്ച്. ഇതൊരാത്മീയ പോരാട്ടമാണ്. ഇതൊരാത്മീയ പോരാട്ടമാണ്. പ്രാർത്ഥന എന്ന വലിയ യുദ്ധത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥന എന്നൊരു വലിയ ആത്മീയ യുദ്ധത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചോണം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച പ്രയോജനപ്പെടുമെന്ന് തോന്നിപ്പിക്കുന്ന ഓരോന്നിനുമേ ദുഷ്ടനായവൻ കണ്ണുവെക്കുമ്പോൾ ഇന്ന് പകൽ ഞാൻ എഴുന്നേൽക്കും, ഞാൻ എഴുന്നേൽക്കും, ഞാൻ എഴുന്നേൽക്കും, ഞാൻ എഴുന്നേൽക്കും, ഞാൻ എഴുന്നേൽക്കും, ഞാൻ എഴുന്നേൽക്കും. ഇതാ ഞാൻ എഴുന്നേൽക്കയാ, ഞാൻ എഴുന്നേൽക്കയാ, ഞാനിതാ എഴുന്നേൽക്കയാ. ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തിയോടെ കരങ്ങളെ കോർത്ത് പിടിച്ച് ഒരു മനസ്സോടെ ചില നിമിഷങ്ങൾ ശക്തിയോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. രാജാതി രാജാവേ, തോട്ടത്തിന് വില കൊടുത്തവൻ, തോട്ടത്തിന് വില കൊടുത്തവൻ, തോട്ടത്തെ സ്നേഹിക്കുന്നവൻ. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വെല്ലുവിളികൾ, വേദനകളുടെ മുമ്പിൽ അവൻ നിരാശപ്പെടുകയല്ല, അവൻ ഇറങ്ങി ഇടപെടുകയാ. അവൻ ഇറങ്ങി ഇടപെടുകയാ. ഈ തോട്ടത്തിന് മേൽ അവൻ ഇറങ്ങി ഇടപെടുകയാ. ഈ തോട്ടത്തിന് മേൽ അവൻ ഇറങ്ങി ഇടപെടുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ തോട്ടം ഈ പട്ടണത്തിൽ ഉയരേണ്ടതിന്, ഈ തോട്ടം ഈ ദേശത്ത് മാനിക്കപ്പെടേണ്ടതിന്, ഈ തോട്ടം ഈ ദേശത്ത് വ്യത്യസ്തമായി നിൽക്കേണ്ടതിന്, ദൈവശക്തിയുടെ ഉറവിടമായി ഈ തോട്ടം മാറേണ്ടതിന്
Hallelujah. 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 ഉണർവോടെ എല്ലാവരും ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച് കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് വിഘാതമായി, ഞങ്ങളുടെ യാത്രയ്ക്ക് വിഘാതമായി, ഞങ്ങൾ പട്ടണത്തിൽ പറക്കേണ്ടതിന്, മതിലിന് മീതെ പടരേണ്ടതിന്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ശാപകാലത്ത് വിതച്ച് നന്മ കൊയ്യേണ്ടതിന് ആക്കി വെച്ച സ്ഥാനത്ത് ഉയർന്നു വരുന്ന വെല്ലുവിളികൾ മേൽ ഹല്ലേലൂയ, ഞങ്ങൾ ഈ മതിൽ ചാടിക്കിടക്കട്ടെ, ഞങ്ങൾ ഈ ചൂരച്ചെടി ഓടി മാറിക്കിടക്കട്ടെ. ഹല്ലേലൂയ, ഞങ്ങൾ ഈ അനുഭവങ്ങളെ ഞങ്ങളതിനെ കടക്കട്ടെ, ഞങ്ങളതിനെ അതിജീവിക്കട്ടെ. നിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരുവാൻ പ്രാർത്ഥിക്കണം. നിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരുവാൻ പ്രാർത്ഥിക്കണം. ആത്മശക്തി ഞങ്ങളുടെ മേൽ പകരപ്പെടുവാൻ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ മേൽ അങ്ങയുടെ ജീവൻ പകരുവാൻ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഞങ്ങൾ ഒരു നിമിഷം പോലും ക്ഷീണിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കല്ലേ. ഞങ്ങൾ ഒരു നിമിഷം പോലും തളർന്നു പോകുവാൻ ഞങ്ങൾ സമ്മതിക്കല്ലേ. ഞങ്ങൾ ഒരു നിമിഷം പോലും മൗനമായി പോകാൻ സമ്മതിക്കല്ലേ. ഈ ജനത്തിന് മേൽ ദൈവത്തിന്റെ ജീവനെ കൊണ്ടുവരികയാ. ഈ കുടുംബാംഗങ്ങളുടെ മേൽ ദൈവത്തിന്റെ ജീവനെ കൊണ്ടുവരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ജീവിപ്പിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ഒരു യാക്കോബിനെ കൊന്നത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവർ പത്രോസിനെയും കാരാഗ്രഹത്തിലാക്കി. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഇതുവരെ നടന്നിട്ടില്ലാത്ത ചില അത്ഭുതങ്ങൾ ഈ പ്രാർത്ഥനയിൽ നടക്കട്ടെ. കാരാഗ്രഹത്തിന് അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ഓ, ചങ്ങലകൾ താഴെ വീഴുകയാണ്. ഇതുവരെ നടന്നിട്ടില്ലാത്തത് ഈ ദേശത്ത് നടക്കട്ടെ. ഇതുവരെ നടന്നിട്ടില്ലാത്തത് ഈ പട്ടണത്തിൽ നടക്കട്ടെ. ഇതുവരെ നടന്നിട്ടില്ലാത്തത് ഈ സഭ മൂലം നടക്കട്ടെ. ഇവിടുത്തെ ജനം മൂലം അത് സംഭവിക്കട്ടെ. ഇതുവരെ നടന്നിട്ടില്ലാത്തത് നടക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾ ഇതുപോലെ ഏറ്റെടുത്ത് പറയുന്നു, അത് നടക്കട്ടെ. ഹല്ലേലൂയ. എന്റെ രാജാവേ, അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങളെ കോർത്ത് പിടിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഐക്യതയോടെ പ്രാർത്ഥിക്കുന്നു. ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. സഭയിൽ ശുശ്രൂഷ ടീമിലുള്ള എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ചേർന്ന് പറഞ്ഞ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ഹല്ലേലൂയ. ഒരനർത്ഥവും ഒരു കുടുംബത്തിന് ഭവിക്കയില്ല. ഒരു ബാധയും ഒരു കൂടാരത്തിൽ അടുക്കയില്ല. ഞങ്ങളുടെ സഹോദരിമാർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പെർഫെക്റ്റ് ഹെൽത്ത്, പൂർണ്ണ ആരോഗ്യം. ഹല്ലേലൂയ. പൂർണ്ണ ആരോഗ്യം, പൂർണ്ണ ആരോഗ്യം, പൂർണ്ണ ആരോഗ്യം, പൂർണ്ണ ആരോഗ്യം യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ സഹോദരന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ യാത്രകളെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിലേക്ക് ഞങ്ങൾ അവരെ കൊണ്ടുവരുന്നു. ദുഷ്ടം കാണാതെ വണ്ണം, ലോകം തൊടാതെ വണ്ണം നിന്റെ കൃപയ്ക്കുള്ളിൽ മറയ്ക്കുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവർ കഴിക്കുന്ന ആഹാരം, കുടിക്കുന്ന വെള്ളം, ശ്വസിക്കുന്ന വായു സകലതും ശുദ്ധമായിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ തോട്ടത്തെ നീ സ്നേഹിക്കുന്നല്ലോ, ഈ തോട്ടത്തെ നീ സ്നേഹിക്കുന്നല്ലോ. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇതിന് ചുറ്റും കാവൽ നിൽക്കയാ. ഇന്ന് മകൾ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ തോട്ടത്തിന് കാവൽ നിൽക്കയാ. ഹല്ലേലൂയ. ഈ തോട്ടത്തിന് ചുറ്റും ഞങ്ങൾ കാവൽ നിൽക്കയാ. ഹല്ലേലൂയ. ഈ സഭയുമായി ബന്ധപ്പെട്ട് ദൂരദേശങ്ങളിലായിരിക്കുന്ന ദൈവജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവർക്ക് ചുറ്റും ഞങ്ങൾ കാവൽ നിൽക്കുക. കാരണം കൂടാതെ ആരുടെ കണ്ണു നിറയുവാൻ ഇടവരാതെ വണ്ണം ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ പൊതിയട്ടെ. ദൂരെ പഠിക്കാൻ പോയ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവിക സംരക്ഷണം അവർക്ക് ചുറ്റും വ്യാപരിക്കട്ടെ. രക്തത്താൽ മുദ്രയിടപ്പെട്ട ഈ ജനം ദൈവത്തിന്റെ സംരക്ഷണ കീഴിൽ മറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേശത്ത് ഉയരുന്ന ഒരു പ്രതികൂലം, വേലയ്ക്കെതിരെ, ദൈവത്തിന്റെ വേലയ്ക്കെതിരെ, ദൈവത്തിന്റെ രാജ്യത്തിനെതിരെ ഉയർന്നു പോകുന്ന ഒരു പ്രതികൂലവും ഈ ജനത്തെ തൊടാതെ വേണം, ഈ കുഞ്ഞുങ്ങളെ തൊടാതെ വേണം, ഈ കഥാവെ ഈ സഭയെ തൊടാതെ വേണം, ഈ തോട്ടത്തെ തൊടാതെ വേണം. നിന്റെ കൃപ ഇതിന്മേൽ ഇറങ്ങുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാവ് നിന്റെ നാവായി ഞങ്ങൾ മാറ്റുക. ഞങ്ങളുടെ വാക്കുകളെ അങ്ങയുടെ വാക്കുകളാക്കി ഞങ്ങൾ മാറ്റുക. ഞങ്ങളുടെ കരങ്ങളെ അങ്ങയുടെ കരങ്ങളാക്കി ഞങ്ങൾ മാറ്റുക. ഈ തോട്ട ദൈവത്താൽ സംരക്ഷിക്കപ്പെടട്ടെ. ഇതിന് നന്മ പുറത്തു വരട്ടെ. ഇതിന് അനുഗ്രഹം വെളിപ്പെട്ടു വരട്ടെ. ഇതിന് ഉയർച്ച വെളിപ്പെട്ടു വരട്ടെ. നമ്മൾ ഒരുമിച്ച് ഒരു വാക്കും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നേ. കർത്താവിന്റെ ദാസനും കുടുംബത്തിനുമായി ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക. മൂർച്ചയുള്ളവാളായി, മൂർച്ചയുള്ളവാളായി, മൂർച്ചയുള്ളവാളായി നിന്റെ മകന്റെ നാവിനെ ദൈവം മാറ്റണമേ. മുൻകാലങ്ങളിലേക്കാൾ വ്യത്യസ്തമായി പുതിയൊരു തലത്തിലേക്ക് ദൈവമേ ഉയർത്തുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവകൃപ വ്യാപരിക്കട്ടെ. രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും മുമ്പിൽ നിൽക്കുവാൻ നീ തിരഞ്ഞെടുത്തൊരു മാനപാത്രമാകയാൽ ഹല്ലേലൂയ. രാജാതികൾക്ക് രാജാക്കന്മാർക്ക് മുമ്പാകെ പ്രഭുക്കന്മാരുടെ മുമ്പാകെ നിൽക്കുവാൻ നീ തിരഞ്ഞെടുത്തൊരു മാനപാത്രമാകയാൽ ഇന്ന് മകൻ ആ വചനത്തെ നിന്റെ മകന്റെ മേൽ ഞങ്ങൾ കൊണ്ടുവരികയോ. ഉച്ചി മുതൽ പാദം വരെ, ഉച്ചി മുതൽ പാദം വരെ ഒരു അത്യന്ത ദൈവശക്തി വ്യാപരിക്കട്ടെ.
ഈ തോട്ടം അങ്ങയുടേതാണ്. ഇതിനുമേൽ ദുഷ്ടന് അധികാരമില്ല, ഇതിനുമേൽ രോഗത്തിന് അധികാരമില്ല, ഇതിനുമേൽ ഞെരുക്കത്തിന് അധികാരമില്ല, ഇതിന്മേൽ നിരാശയ്ക്ക് അധികാരമില്ല. ഇതതിന്റെ ഫലം പുറത്തു കൊണ്ടുവരട്ടെ, ഇതതിന്റെ ഫലം പുറത്തു കൊണ്ടുവരട്ടെ, ഇതിന് നന്മ വെളിപ്പെട്ടു വരട്ടെ. ഞങ്ങൾ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ദാസിക്കായി സ്തോത്രം. അനുഗ്രഹിക്കും. കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്നു. കൃപയ്ക്കുള്ളിൽ ഞങ്ങൾ മറയ്ക്കുന്നു, കൃപയ്ക്കുള്ളിൽ ഞങ്ങൾ മറയ്ക്കുന്നു, ദൈവ കൃപയ്ക്കുള്ളിലേക്ക് ഞങ്ങൾ മറയ്ക്കുന്നു. ദൈവകൃപയ്ക്കുള്ളിലേക്ക് ഞങ്ങൾ കൊണ്ടുവരും. ഒരു രോഗവും ആ കുടുംബത്തെ തൊടല്ലേ, ഒരു രോഗവും അവരുടെ കുടുംബത്തെ തൊടല്ലേ, ഒരു നിരാശയും അവരെ തൊടല്ലേ, ഒരു നിരാശയും അവരെ ബാധിക്കല്ലേ, ഒരു സങ്കടങ്ങളും അവരെ ഭരിക്കല്ലേ. ഹല്ലേലൂയ. ഒരു സങ്കടങ്ങളും അവരെ ഭരിക്കല്ലേ. ആത്മാവിന്റെ പുതിയ ശക്തി നിന്റെ കൃപയ്ക്ക് നന്ദി കർത്താവേ. പ്രാർത്ഥന കണ്ടനായ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അടുത്തിരിക്ക് നല്ല കരം കൊടുത്തിട്ട് ഒരു വാക്ക് പറയാമോ? ഈ തോട്ടത്തെ അവൻ ഒത്തിരി സ്നേഹിക്കുന്നു. നിന്നെ അങ്ങനെ ഒത്തിരി സ്നേഹിക്കുന്നു. യേശു നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു പ്രതിസന്ധിയുടെ മുമ്പിലും അവൻ നമ്മളെ കൈവിടുകയില്ല, അവൻ നമ്മളെ ഉപേക്ഷിക്കുകയില്ല. നമ്മൾ പൂർവാധികം ശക്തിപ്പെടും. ഞാൻ രാവിലെ ശുശ്രൂഷിച്ചപ്പോൾ ഒരു വാക്ക് അവസാനം ഞാൻ പറഞ്ഞിറങ്ങിയത് ഇങ്ങനെയാണ്: അടുത്ത വർഷം ഈ സമയം എൻ്റെ സ്ഥിതി ഇപ്പോഴത്തേനേക്കാൾ ശ്രേഷ്ഠമായിരിക്കും. എന്നോട് ചേർന്നത് പറ്റി പറയാമോ? അടുത്ത വർഷം നമ്മളൊരു പ്രയാസത്തിലൂടെ പോവുക. അടുത്ത വർഷം ഈ സമയം, ഈ സഭയുടെ സ്ഥിതി ഇപ്പോഴത്തേനേക്കാൾ വളരെ ശ്രേഷ്ഠമായിരിക്കാം. ഹല്ലേലൂയ. അടുത്ത വർഷം ഈ സമയം, ഈ സഭയുടെ സ്ഥിതി ഇപ്പോഴത്തേനേക്കാൾ വളരെ ശ്രേഷ്ഠമായിരിക്കാം. ഹല്ലേലൂയ. ദുഷ്ടപിശാചേ, നീ ഞങ്ങളെ ഒന്ന് ഇരുത്താൻ നോക്കി, ഞങ്ങൾ എഴുന്നേൽക്കുക. നീ ഞങ്ങളെ ഒന്ന് ക്ഷീണിപ്പിക്കാൻ നോക്കി, ഞങ്ങൾ ചാടി എഴുന്നേൽക്കുക. ഹല്ലേലൂയ. നീ ഞങ്ങളുടെ മനസ്സിനെ ഒന്ന് വിഷമിപ്പിക്കാൻ നോക്കി, ഞങ്ങൾ ചാടി എഴുന്നേൽക്കുക. ഈ പട്ടണം ഞങ്ങൾ പിടിക്കും, ദേശങ്ങൾ ഞങ്ങൾ പിടിച്ചെടുക്കും, കുടുംബങ്ങൾ യേശുവിനായി നേടും. ഹല്ലേലൂയ. കാരണം അവൻ ഈ തോട്ടത്തെ സ്നേഹിക്കുന്നു. കടന്നു വരുവാനും നിങ്ങളുടെ നടുവിലായിരിക്കാനും ശുശ്രൂഷിപ്പാനും ദൈവം അവസരം തന്നല്ലോ. കർത്താവ് നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. മുൻപോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ അസാധാരണ കൃപ പകിടപ്പെടും. എല്ലാവരും എളിവനെ ഓർത്തും പ്രാർത്ഥിക്കാൻ ഓർപ്പിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കും.